നമസ്കാരം. ടീച്ചിങ് ആസ്പിരൻസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 1-ാം ക്ലാസ്സിന്റെ ആദ്യത്തെ പാഠം നോക്കിയിരുന്നു. ഇനി 2-ാമത്തെ പാഠമാണ്. കഴിവതും നമുക്ക് വേഗം ഈ പുസ്തകം ഒന്ന് തീർത്ത് ഹാൻഡ് ബുക്കിലൂടെ ഒന്ന് ഓടി കടന്നുപോയി 3-ാം ക്ലാസ്സിന്റെ പാഠപുസ്തകം കൂടിയൊക്കെ പരിശോധിച്ച് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് കണ്ടപ്പോൾ തന്നെ അറിയാം, കുറച്ചധികം സമയം നമ്മൾ എടുക്കുക. ഹാൻഡ് ബുക്കും കൂടി എടുത്ത് ചെയ്യുമ്പോഴേക്ക് വീഡിയോ ലെങ്ത് ആകാനും അതുപോലെ കുറേ സമയം പോകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. എങ്കിലും പുസ്തകം നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്ന ഉദ്ദേശത്തിലാണ് വീണ്ടും ഞാൻ ഈ ബാക്കി ഭാഗം ചെയ്യുന്നത്. പൂവ് ചിരിച്ചു എന്നാണ് നമ്മുടെ 2-ാമത്തെ പാഠത്തിന്റെ പേര്. ഈ പാഠത്തിന്റെ പേരുകൾ നന്നായി പഠിക്കുക. അപ്പൊ 1-ാമത്തെ പാഠത്തിന്റെ പേര് എന്തായിരുന്നു? ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ? പറവകൾ പാറി എന്നായിരുന്നു. അപ്പൊ 2-ാമത്തെ പാഠം പൂവ് ചിരിച്ചു എന്നതാണ്. ഇവിടെയും നമുക്ക് അവർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആശയത്തെ കോർത്തിണക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ചിത്രത്തിൽ ഒരു പറവയുണ്ട് അല്ലേ? ഇപ്പൊ ചിത്രത്തിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഒരു പറവയുണ്ട് എന്ന് പറയാൻ കുട്ടികൾക്ക് കഴിയും. അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ആ പറവ ഏതാണ് എന്ന രീതിയിൽ അവർക്ക് സംസാരിക്കാം. ചിലര് വേണമെങ്കിൽ അത് പൊന്മാനാണെന്ന് പറയാം അല്ലെ? അങ്ങനെയൊക്കെ പറയുമ്പോൾ കുട്ടിയെ ശരിയിലേക്ക് കൊണ്ടുവരാനുള്ള കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ ശരിയിലേക്ക് കൊണ്ടുവരണം. എല്ലാ കുട്ടിയും കുരുവി എന്ന് വായിക്കണമെന്നില്ല അല്ലേ? അപ്പോൾ ഇനി അടുത്തത് നോക്കിക്കേ. മഴ മാറി എന്ന് എഴുതിയിട്ടുണ്ട്. കുരുവി കുരുവി ഇതിലേ വാ എന്ന് പറയുന്നു. ആരാ പറയുന്നേ? ചെടിയാണ് പറയുന്നത് അല്ലേ? ചെടിയാണ് കുരുവിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അപ്പൊ എന്തിനായിരിക്കും വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കാം. വന്ന ഉടനെ കുരുവി എന്താ ചെയ്തത് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. കണ്ടോ, മഴയത്ത് വെള്ളമുണ്ട്, വെള്ളത്തിനകത്താണ് നമ്മുടെ ചെടി നിൽക്കുന്നത്, മുഴുവൻ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ ചിത്രവായന നടത്താനുള്ള സാധ്യത, കുട്ടികൾ കാണുന്ന കാഴ്ചകളെ കുറിച്ച് പറയാനുള്ള അവസരം, ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പറന്നു വന്നു, കുരുവി പാറി വന്നു, തേൻ കുടിച്ചു. കുരുവി എന്താ കുടിച്ചത് എന്ന് ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? എന്താ, ഞാനൊരു ടേം പറഞ്ഞു തന്നില്ലേ? എന്തായിരുന്നു ആ ടേം? അത് തന്നെ. എന്താ? തെളിവെടുത്തെഴുതുന്നു അല്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോ. തെളിവ് എടുത്തെഴുതുക എന്നാണ് പറഞ്ഞത്. അപ്പൊ കുരുവി തേൻ കുടിച്ചു എന്ന് നമ്മൾ തെളിവെടുത്ത് ഇവിടെ എഴുതണം. ചിരിച്ചു നിന്നു, നമ്മളല്ല കുട്ടികള്, ചിരിച്ചു നിന്നു. പൂവ് വീണ്ടും നമ്മൾ എഴുതും. എന്താണ്? ചിരിച്ചു നിന്നു എന്ന് തെളിവെടുത്ത് എഴുതും. ബാക്കി വരികളും കൂടി കണ്ടെത്തി എഴുതും. അതാ ഇവിടെ എന്തായിരിക്കും? ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ എന്ന് ആരാ ചോദിച്ചേ? താറാവാണ് ചോദിച്ചിരിക്കുന്നത്. അതാ കുരുവി ആ പൂവിലെ തേൻ നുകരുന്നു, ഞാൻ ചെന്നാലോ എന്നാണ് താറാവ് ചിന്തിക്കുന്നത് അല്ലെ? അപ്പൊ തേൻ കുടിച്ചത് ആരാണ്? കുരുവിയാണ്. താറാവ് എവിടെയാണ് നിൽക്കുന്നത്? വെള്ളത്തിൽ. കുരുവി എവിടെയാണ് നിൽക്കുന്നത്? അത് അന്തരീക്ഷത്തിലാണ് അല്ലെ? ഹമ്മിങ് ബേർഡ്സിന് അല്ലെങ്കിൽ കുരുവികൾക്ക് കുറച്ചു നേരം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാനുള്ള ശേഷി ഉണ്ടല്ലേ? അതൊക്കെ അവരുടെ പ്രത്യേകതകളാണ്. അപ്പോൾ താറാവ് ഇങ്ങനെ പറയാണ്, ഞാൻ ചെന്നാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടാണ് പിന്നീടുള്ള പ്രവർത്തനങ്ങൾ പോകേണ്ടത്. അത് ഹാൻഡ് ബുക്കിനകത്ത് ഉണ്ടാകും അല്ലെ? താറാവിന് പോയി തേൻ കുടിക്കാൻ കഴിയോ? അതെന്തുകൊണ്ടായിരിക്കും താറാവ് തേൻ കുടിക്കാത്തത്? താറാവിന് തേൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് പക്ഷികളുടെ ശാരീരിക ഘടനയുടെ പ്രത്യേകത, അവയുടെ ആഹാര സമ്പാദന രീതിയുടെ പ്രത്യേകത തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ടീച്ചർ കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകും. കുട്ടികൾ തന്നെ സ്വയം അതേക്കുറിച്ച് ചിന്തിക്കുക അല്ലെ? അടുത്ത പ്രവർത്തനം നിറം കൊടുക്കാമോ എന്നുള്ളതാണ്. കാക്കപ്പൂവിന് കാക്ക നിറമാണോ? കാക്ക നിറം എന്ന് പറയുന്ന ഒരു നിറമുണ്ടോ? അപ്പൊ കാക്കപ്പൂവിന് കാക്ക നിറമാണോ, കാക്കയുടെ നിറമാണോ, അല്ലെങ്കിൽ കാക്ക നിറമാണോ എന്നിങ്ങനെ ആരാ ചോദിക്കുന്നത്? കുഞ്ഞൻ ഉറുമ്പ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ലെ? കാക്കപ്പൂവിന് ഡാഷ് നിറമാണേ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് നിറമാണ് അല്ലെ? കുട്ടികൾ അവിടെ കണ്ടെത്തി എഴുതണം. നീല നിറമാണ് എന്ന രീതിയിൽ എഴുതേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ആപ്റ്റ് ആയിട്ടുള്ള നിറങ്ങൾ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നു. അത് കൃത്യമായിട്ടാണോ കൊടുത്തത്? പുറത്തേക്ക് പോകുന്നുണ്ടോ? കൃത്യമായ നിർദ്ദേശങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം അല്ലെ? എങ്ങനെയാണ് ചിത്രങ്ങൾക്ക് നിറം കൊടുക്കേണ്ടത്? അതായത് ബോർഡർ പിടിച്ച് ബോർഡറിന് പുറത്തേക്ക് പോകാതെ കൺട്രോൾ ചെയ്ത് സൂക്ഷ്മ പേശി വികസനത്തിന് സഹായിക്കുന്ന തരത്തിൽ ഉള്ള അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായ സമയത്ത് അധ്യാപകർ കൊടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്തുകൊണ്ട് അടുത്തതിലേക്ക് പോകുന്നു. തേൻ കുടിക്കാൻ നീ വരുന്നോ എന്നിങ്ങനെ എന്താണ്, കുഞ്ഞൊരു പൂവ് ആരോടാണ്? വവ്വാല് വന്ന് തേൻ കുടിക്കുമ്പോൾ വാഴപ്പൂവിൽ നിന്ന് അല്ലെ, കൂമ്പിൽ നിന്ന് തേൻ കുടിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ വരുന്നോ തേൻ കുടിക്കാൻ എന്ന്. അപ്പൊ എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാകുക? ആകെ ഇത്ര പേജേ ഉള്ളൂ 2-ാമത്തെ പാഠം. നോക്കിക്കേ, വായിച്ചെടുക്കാൻ കുറച്ച് കാര്യങ്ങൾ. ആകെ
കുറച്ച് പേജുകൾ. അതിനകത്ത് ആ പാഠം തീർന്നു. ഇനി അടുത്ത പാഠമാണ്. അടുത്ത പാഠം ഏതാണ്? ആർപ്പോ ഇറോ എന്ന് പറയുന്ന പാഠമാണ്. എത്ര പെട്ടെന്ന് പാഠം തീർന്നു അല്ലേ? നമ്മുടെ പറവകൾ പാറി തീർന്നതിനേക്കാൾ എളുപ്പത്തിൽ അടുത്ത പാഠവും തീർന്നു. എന്നാലേ ഹാൻഡ് ബുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയാലേ ഇനി അത് എത്രത്തോളം നമ്മൾ തീർക്കാനുണ്ട് എന്നത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അല്ലേ? ഹാൻഡ് ബുക്ക് ഇതാ ഇത്രത്തോളം കടന്നാലാണ് ഒന്നാമത്തെ പാഠം ഒന്ന് തീർന്നു കിട്ടുക. നമ്മൾ ഒന്നാമത്തെ പാഠത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. എന്താണ്ടേ രണ്ടാമത്തെ ദിവസം നോക്കിക്കേ, ചിറകടി ഒച്ച എന്ന് പറയുന്ന ആക്ടിവിറ്റി. അങ്ങനെ ഓരോ ദിവസമായിട്ട് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ചെറിയ ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളിലേക്ക് ആ തീം എത്തിക്കുക എന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളത് നന്നായി ഹാൻഡ് ബുക്കിലൂടെ കടന്നുപോയി മുഴുവൻ വായിച്ചു നോക്കാനായിട്ട്, ഓരോ ദിവസവും വായിച്ചു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണ്ടേ ഇത് നോക്കിക്കേ, 6-ാം ദിവസമാണ് നമ്മൾ ആ മുട്ടത്തോട് എന്ന് പറയുന്ന ആ പാഠം, ആ ഒരു പേജ് നിങ്ങൾക്ക് ഓർമ്മ വന്നു എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ആ ഒരു പേജ് 6-ാമത്തെ ദിവസമാണ്. അപ്പൊ അത്രയും പേജസ് ഇത്രയും കുറവാണെങ്കിലും ഈ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ അത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. തൂവലിന്റെ നിരീക്ഷണം, അങ്ങനെ ഓരോരോ പ്രവർത്തനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. 8-ാമത്തെ ദിവസം എന്താണ്? വരൂ പറവകളെ, പക്ഷികളുടെ ആഹാരം. പക്ഷികളുടെ ആഹാരം ഏതൊക്കെയാണ്? ശരീരഘടനയിൽ നമ്മൾ തൂവലിനെ കുറിച്ച് പറഞ്ഞു അല്ലെ? അങ്ങനെ ഇനി യൂണിറ്റ് 2 നോക്കാം. പൂവ് ചിരിച്ചു. അപ്പൊ തീം എന്താണ്? പൂവുകൾ. ഈ യൂണിറ്റ് അതിജീവനത്തിന്റെ സന്ദേശമാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഒരു ചെറുചെടി പലവിധ പ്രതിസന്ധികൾ തരണം ചെയ്ത് ലക്ഷ്യത്തിലെത്തുന്ന കഥയാണ് പാഠം. 9 ദിവസം കൊണ്ട് വിനിമയം ചെയ്യത്തക്ക വിധമാണ് പ്രവർത്തനങ്ങളുടെ ക്രമീകരണം. സൗകര്യത്തിന് വേണ്ടി വിഷയങ്ങൾ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും ടീച്ചർക്ക് അനുയോജ്യമായ രീതിയിൽ കണ്ണി ചേർക്കാവുന്നതാണ്. അതായത് മൊഡ്യൂളുകളാക്കി നമുക്കിത് അവതരിപ്പിക്കാം. 12 അക്ഷരങ്ങളും 3 ചിഹ്നങ്ങളും പരിഗണിക്കുന്നുണ്ട്. ഇനി വരുന്ന പാഠത്തിൽ ചിഹ്നങ്ങൾക്കും ഈ അക്ഷരങ്ങൾക്കും കൂടുതൽ അവസരം ലഭിക്കും. സചിത്ര പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്തതിനു ശേഷം പാഠപുസ്തകത്തിലേക്ക് പോകുന്ന രീതിയിലാണ് പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കഥയുടെ അവസാന രംഗമാണ് പാഠപുസ്തകത്തിൽ ഉള്ളത്. അക്ഷരങ്ങളുടെ പുനരനുഭവങ്ങൾക്ക് സഹായകമായി ക്രമീകരിച്ചതാണ്. അപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ പാഠം ചെറുതായതെന്ന്? കഥയുടെ അവസാന രംഗമാണ് പാഠപുസ്തകത്തിൽ ഉള്ളത്. ബാക്കിയൊക്കെ നമ്മൾ എവിടെയാ ചെയ്യുന്നത്? ബാക്കിയൊക്കെ ഗ്രിഡുകളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? സചിത്ര ബുക്കിൽ ചെയ്യും. എല്ലാ വികാസ മേഖലകൾക്കും മതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ യൂണിറ്റ് കഴിയുമ്പോൾ സംയുക്ത ഡയറി ആരംഭിക്കേണ്ടതാണ്. 9 ദിവസത്തെ സമയവിന്യാസത്തിൽ ക്ലാസ് PTA, കഥാവേള, സവിശേഷ സഹായ സമയം എന്നിവയ്ക്ക് ഇടം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ക്ലാസ് PTA നടത്തേണ്ടത് ഈ ഒരു ചാപ്റ്ററും കൂടി കഴിഞ്ഞിട്ട്. കുട്ടികളുടെ എണ്ണക്കൂടുതലുള്ള ക്ലാസ്സുകളിൽ 1-2 ദിവസം കൂടി ഈ പാഠത്തിന്റെ വിനിമയത്തിന് വേണ്ടി വന്നേക്കാം. അതായത് സചിത്ര ബുക്കും ഒക്കെ ചെയ്തു വരുമ്പോൾ എണ്ണം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് സമയം എടുക്കും അല്ലെ? വ്യക്തിഗത ശ്രദ്ധയ്ക്ക് പരിഗണന നൽകുന്നതിനാൽ പ്രവർത്തനങ്ങൾ സാവകാശമേ പൂർത്തീകരിക്കാൻ കഴിയൂ. 33 പഠന ലക്ഷ്യങ്ങളാണ് പരിഗണിക്കുന്നത്. 1-ാം ടേമിൽ പരിസര പഠനത്തിന്റെ ഒഴികെ ഇതിലുള്ള എല്ലാ പഠന ലക്ഷ്യങ്ങളും തുടർ യൂണിറ്റുകളിലും വരും. പഠന ലക്ഷ്യങ്ങളുടെ ചാക്രികത സ്വീകരിക്കുന്നത് കുട്ടികൾ വ്യത്യസ്ത പഠന വേഗക്കാരായതിനാലാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പഠന ലക്ഷ്യം ചാക്രികമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് പഠന ലക്ഷ്യങ്ങളുടെ ചാക്രികത സ്വീകരിക്കുന്നത്? കുട്ടികൾ വ്യത്യസ്ത പഠന വേഗക്കാരായതിനാലാണ് അല്ലെ? ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ കാരണം ചാക്രികാരോഹണ രീതിയാണ് നിലവിലെ പാഠ്യ പദ്ധതിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചാക്രികാരോഹണ രീതി എന്ന ചോദ്യം തീർച്ചയായും ഇന്റർവ്യൂവിന് വരാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ്? തുടർച്ചയായിട്ട് കുട്ടികളിൽ ആശയങ്ങൾ എത്തിക്കാനായിട്ട്, അതായത് മുൻപ് പഠിച്ച ആശയവുമായി കോർത്തിണക്കി ആ ആശയത്തെ വിപുലീകരിച്ച് അടുത്ത ക്ലാസ്സിലോ അല്ലെങ്കിൽ അടുത്ത യൂണിറ്റിലോ പഠിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വീണ്ടും അവർക്ക്, അങ്ങനെ ഓരോ തവണയും ഒരാശയത്തെ തന്നെ അവർക്ക് ഒരു സ്കീമയെ തന്നെ വികസിപ്പിച്ച് പല സ്കീമുകൾ ചേർത്ത് അതിനെ വിപുലീകരിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ചാക്രികാരോഹണ രീതിയുടെ പ്രത്യേകത. നമ്മൾ തന്നെ ബ്രൂണറിന്റെ ആശയങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ്സുകൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്, കണ്ടു നോക്കിയാൽ മതി. ഇനി പഠന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഭാഷാ വികാസത്തിൽ നോക്കാം. വൈവിധ്യമുള്ള പ്രമേയങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ട കഥകൾ, കഥാഗാനങ്ങൾ എന്നിവയെക്കുറിച്ച് വാചിക പ്രതികരണങ്ങൾ നടത്തുന്നു. ഇത് തന്നെ നമ്മൾ മുൻപുള്ള പാഠത്തിലും ഇതേ ഭാഷാ വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് നോക്കണേ. അത് എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ.
ഓക്കെ, എന്തോ എറർ സംഭവിച്ചു. ഓക്കെ, ഇവിടെ ഭാഷാ വികാസം എന്നുള്ളതിൽ ആദ്യത്തെ ഒന്ന് കേട്ട കഥകളും ഗാനങ്ങളും ഒക്കെ വാചിക പ്രതികരണങ്ങൾ നടത്തുന്നു എന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്കിത് പറയാവുന്നതാണ്. ഒരു ചാപ്റ്റർ എന്നിട്ട് അതിൽ അവിടെ ഉണ്ടാകുന്ന ഭാഷാ വികാസം എന്താണ്, പഠന ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്കിത് പറയാം. ഇനി വായിച്ചു കേട്ട കഥകൾ ആശയക്രമീകരണം പാലിച്ച് ഭാവാത്മകമായി അവതരിപ്പിക്കുക. അത് നമ്മൾ പറയുന്നതാണ്. ഭാവാത്മകമായിട്ടാണ് കഥകൾ അവതരിപ്പിക്കേണ്ടത്. വസ്തുക്കളുടെയും സംഭവങ്ങളുടെയും പ്രധാന വിവരങ്ങൾ വാചികമായി അവതരിപ്പിക്കുക. പരിചിതമായ പാട്ടുകൾക്ക് അനുയോജ്യമായ താളം നൽകി ഭാവാത്മകമായും ഒറ്റയ്ക്കും കൂട്ടായ്മ സദസ്സിനു മുൻപാകെ അവതരിപ്പിക്കുക. കൂട്ടായ്മ സദസ്സ്, ഗ്രൂപ്പ് അല്ലെ, ഗ്രൂപ്പായിട്ടുമൊക്കെ അവതരിപ്പിക്കുക. ഞാൻ ഒരിടത്തെ ഒരു വെക്കേഷൻ ക്ലാസ്സിന്റെ ഒക്കെ നിർദ്ദേശം കൊടുത്തതിനകത്ത് ഇങ്ങനെ കണ്ടു, കൂട്ടപ്പാട്ട് എന്ന്. അതായത് നമ്മുടെ ഗ്രൂപ്പ് സോങ് അല്ലേ, അപ്പൊ അതിനുള്ള ഒരു ടേം കൂട്ടപ്പാട്ട് എന്നിങ്ങനെ കണ്ടു കേട്ടോ. അപ്പൊ അങ്ങനെയും ഉപയോഗിക്കാം. പാട്ടിനും ആശയത്തിനും താളാത്മകമായ ശബ്ദത്തിനും അനുസൃതമായി താളത്തിൽ ചുവട് വയ്ക്കുക. അപ്പൊ ശാരീരിക ചാലകപരമായ വികാസം അവിടെ സംഭവിക്കും അല്ലെ. ഇനി പല ഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനം ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ വായിച്ചും കേട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കുക. നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതും ഭാഷാശേഷി വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പല ഘട്ടങ്ങളിലുള്ള പ്രവർത്തനം ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ വായിച്ചും കേട്ടും മനസ്സിലാക്കി പ്രവർത്തിക്കുക. അംഗീകൃത രീതിയിൽ അക്ഷരങ്ങളുടെ വലിപ്പം, ഘടന, ആലേഖനക്രമം മലയാളം ലിപികൾ സഹായത്തോടെ എഴുതി വാക്കുകളും ചെറുവാക്യങ്ങളും പൂർത്തിയാക്കുക. അംഗീകൃത രീതി എന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങളൊക്കെ അംഗീകൃത രീതിയിൽ തന്നെയാണോ എഴുതാറുള്ളത് എന്ന് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് പറഞ്ഞതാണ്. പലരും പല രീതിയിലാണെന്ന് എഴുതുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് കൃത്യമായി എഴുതി പഠിക്കുക അക്ഷരങ്ങൾ. അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും പുനരനുഭവ സന്ദർഭങ്ങളിൽ തെളിവെടുത്തെഴുതുന്നതിനും ഒറ്റയ്ക്കും കൂട്ടായും മുതിർന്നവരുടെ സഹായത്തോടെയും താരതമ്യം ചെയ്ത് തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടുത്തുന്നതിനും കഴിയുക. അപ്പോൾ ഒരുവിധം എല്ലാം കഴിഞ്ഞ പാഠത്തിലും ഉള്ള അതേ ലക്ഷ്യങ്ങളും ഒക്കെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. പരിചിതാക്ഷരങ്ങളുള്ള ലഘുവാക്യങ്ങൾ, പദങ്ങൾ എന്നിവ ഒറ്റയ്ക്കും സഹായത്തോടെയും വായിക്കുക. ശബ്ദഭംഗി ഉളവാക്കുന്ന അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ആവർത്തനം കണ്ടെത്തുക. കലാവിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് തിയേറ്റർ ഗെയിമുകളുടെ വിവിധ സന്ദർഭങ്ങളെ കൂട്ടായി നിസ്സങ്കോചം സദസ്സിന് മുമ്പാകെ ആവിഷ്കരിക്കുന്നു. പാട്ടിനും ആശയത്തിനും താളാത്മകമായ ശബ്ദത്തിനും അനുസൃതമായി രംഗാവിഷ്കാരം നടത്തുന്നു. ഇവിടെ കലാവിദ്യാഭ്യാസം കുറച്ചുകൂടി ഉയർന്ന പടിയിലേക്ക് കടന്നു. മറ്റ് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ വിദ്യാഭ്യാസമായിട്ട് നമ്മൾ പ്രവൃത്തി പരിചയവും കലാവിദ്യാഭ്യാസവും കൂടി യോജിപ്പിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. ഇവിടെ വന്നപ്പോൾ എന്തായത്, തിയേറ്റർ ഗെയിം എന്ന രീതിയിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഉയർന്ന രീതിയിലേക്ക് പോയി. കേട്ട വായിച്ച കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ റോൾ പ്ലേയിലൂടെ അവതരിപ്പിക്കുക. ഇനി കലാവിദ്യാഭ്യാസം സൗന്ദര്യാത്മക സർഗാത്മക വികാസം, വരയനുഭവം, മറ്റേത് അരങ്ങനുഭവം, ഇവിടെ വരയനുഭവം. പ്രകൃതിയെ നിരീക്ഷിച്ച് സ്വതന്ത്രമായി ചിത്രരചന നടത്തുക. കഴിഞ്ഞ പാഠത്തിലെ അരങ്ങനുഭവം എന്തായിരുന്നു? എനിക്ക് തോന്നുന്നു കുട്ടികൾ കഥകൾ പറയുന്നത് അല്ലേ, ആ ഒരു രീതിയിൽ എന്തോ ആയിരുന്നു. മറ്റേ കലാവിദ്യാഭ്യാസം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ ഇത് ശ്രദ്ധിക്കാതെയാണ് അത് പറഞ്ഞത്, അരങ്ങനുഭവം എന്നുള്ളത്. ഇനി വരയനുഭവം, പ്രകൃതിയെ നിരീക്ഷിച്ച് സ്വതന്ത്രമായി ചിത്രരചന നടത്തുക. വിവിധ പ്രതലങ്ങളിൽ വരച്ച് നിറം നൽകുക. അതായത് നമുക്ക് ബോർഡിൽ വരയ്ക്കാം, പേപ്പറിൽ വരയ്ക്കാം, ചാർട്ട് പേപ്പറിൽ വരയ്ക്കാം, തറയിൽ ചിത്രം വരയ്ക്കാം അല്ലെ. അങ്ങനെ പല രീതിയിൽ വിവിധ പ്രതലങ്ങളിൽ നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള അവസരം കൊടുക്കുക. തറയിലൊക്കെ ചിത്രം വരയ്ക്കാൻ ടീച്ചറെ നല്ല നമ്മൾ ഇപ്പൊ ടൈലാണ് അല്ലെ. നേരത്തെ അങ്ങനെയൊക്കെ നമ്മൾ സർക്കിളുകളും ഒക്കെ തറയിൽ വരച്ചിട്ട് എത്രയോ കളികൾ കളിച്ചിട്ടുണ്ട്, കുട്ടികളെ കൊണ്ട് കളിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പടം വരയ്ക്കാനായിട്ട് ക്ലാസ് റൂമുകളിൽ അവരുടെ ഉയരത്തിനനുസരിച്ച് ബ്ലാക്ക് നിറം കൊടുത്ത് ഭിത്തികളിൽ വെച്ചിരുന്നു. അതായത് ബ്ലാക്ക് ബോർഡ് തന്നെയാണ്, കുഞ്ഞുങ്ങൾക്ക് സ്വതന്ത്രമായി വരയ്ക്കാനുള്ള ഏരിയ കൊടുത്തേക്കാണത്. ക്ലാസ് റൂം വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരയ്ക്കാൻ തോന്നുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം പോയി വരയ്ക്കുക. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഇപ്പോഴും ഉള്ളത് നല്ലതാണ്. വിവിധ വസ്തുക്കൾ ഉപയോഗിച്ച് കൊളാഷ് നിർമ്മിക്കുക. ചിത്രങ്ങൾക്ക് നിറം നൽകുക. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായതും അല്ലാത്തതുമായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നിറം കൊടുക്കുക. അതായത് ഇലകളുടെ നിറം ഉപയോഗിച്ച് നമ്മൾ പെയിന്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണ്, പൂക്കളൊക്കെ വെച്ചിട്ട് പ്രിന്റിങ്, ഡ്രസ്സിനകത്ത് നിറം കൊടുക്കുന്ന പരിപാടിയൊക്കെ അല്ലേ. അത്തരത്തിലൊക്കെ ഉള്ള അവസരങ്ങൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ
ഉദ്ഗ്രഥന സമീപനമാണ്. ഇതുമായി ബന്ധപ്പെട്ട കലാവിദ്യാഭ്യാസപരമായിട്ടുള്ള ഏരിയ ചോദിക്കാം. അപ്പൊ നമ്മൾ ഈ വാക്കുകളൊക്കെ വരണം. അരങ്ങനുഭവത്തിന് വേണ്ടി ഇങ്ങനെ ഒരു പ്രവർത്തനം കൊടുക്കാം, അതായത് തിയേറ്റർ ഗെയിം കൊടുക്കാം. അനുഭവത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ചിത്രരചനാ മത്സരങ്ങളോ അല്ലെങ്കിൽ ചിത്രരചനയ്ക്കുള്ള അവസരങ്ങളോ ഒക്കെ സംഘടിപ്പിക്കാം. ഇനി നിർമ്മാണാനുഭവത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് പറയാനാകണം. കലാവിദ്യാഭ്യാസം സൗന്ദര്യാത്മക സർഗാത്മക വികസനത്തിലെ നിർമ്മാണാനുഭവത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് കൊടുക്കാം, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൂക്ഷ്മപേശി വികാസനത്തിന് സഹായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അതായത് അവിടെ നമ്മൾ നിറം കൊടുക്കുന്നത് വരും, പിന്നെ കത്രിക പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വരും. മുൻപൊക്കെ ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ കോവിഡിന്റെ ഒക്കെ ടൈമിന് മുമ്പ് ഞാനിങ്ങനെ കുട്ടികളോട് ക്ലാസ് ഗ്രൂപ്പിൽ നിർദ്ദേശം കൊടുത്തു. കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ട് കുട്ടികൾ കൊണ്ടുവരുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിർദ്ദേശം കൊടുത്തു, എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ കുഞ്ഞു കത്രിക വേണം. അതുപോലെ തന്നെ ഒരു ചെറിയ പൗച്ചിനകത്ത് കത്രിക, ക്രയോൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞിരുന്നു. അത് വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ രക്ഷിതാക്കൾക്ക് ആദ്യം ഇത് അംഗീകരിക്കാൻ വയ്യ. കൊച്ചു സ്കൂളിൽ കത്രികയും കൊണ്ടാണോ വരേണ്ടത്? ഞാനത് പറഞ്ഞു, ആ ഓരോ പൗച്ചും ഞാൻ വാങ്ങി എൻ്റെ അലമാരയിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാനാണ്. എല്ലാ കുട്ടികളുടെയും കൈവശം കത്രിക വേണം. അപ്പോൾ രക്ഷിതാക്കൾക്ക് വല്ലാത്ത ഭയമായിരുന്നു, ഈ കത്രിക വെച്ച് കുഞ്ഞുങ്ങൾ വല്ലതും ചെയ്യുമോ. അപ്പൊ നമുക്കത് ഉറപ്പുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പിന്നീട് അവര് തന്നെ പറഞ്ഞു, ടീച്ചറെ എന്തിനാണ് ടീച്ചർ അത് പറഞ്ഞത് എന്ന് ആദ്യം എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് എനിക്ക് അതിന്റെ ഗുണം മനസ്സിലായി. അവര് നേർരേഖയിൽ അത് വെട്ടാൻ തുടങ്ങി, കൃത്യമായി കത്രിക ഉപയോഗിക്കാൻ, സുരക്ഷിതമായി ഉപയോഗിക്കാൻ അവർ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം കൊടുക്കണം. ഞാൻ എൻ്റെ മകന് വളരെ ചെറിയ സമയത്ത് തന്നെ കത്രികയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഞാനും ഇതുപോലെയായിരുന്നു വളർന്നു വന്നത്. എൻ്റെ അമ്മ, ഞാൻ വളരെ നല്ല കുട്ടിയായതുകൊണ്ടേ എപ്പോഴും അടങ്ങിയിരിക്കുന്നത് കൊണ്ട്, പറയുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, എപ്പോഴും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത്. കത്രികയും കുറെ ന്യൂസ് പേപ്പറും തരിക, വെട്ടി ആ ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് ഇരുന്നോളും. മറ്റേത് ഇങ്ങനെ കീ കൊടുത്തു വിട്ട പാവക്കുട്ടിയുടെ കണക്ക് ഇങ്ങനെ ഫുള്ള് നടന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കും. പിന്നെ അമ്മ ചെയ്യുന്നൊരു കാര്യം കുറച്ച് സൈക്കോ ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് നൂലിന്റെ അറ്റം കെട്ടാതെ മാല കൊരുക്കാൻ കുറേ മുത്തുകൾ തരും. ഞാൻ ഇങ്ങനെ ഇരുന്ന് കൊരുത്ത് ഇത് കണ്ടോ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോഴത്തേക്ക് മുത്ത് എല്ലാം താഴെ പോകും. ഞാൻ നല്ല ഡിസൈനിലൊക്കെ അന്ന് കൊരുത്തിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പൊ വീണ്ടും കൊരുത്തോണ്ടിരിക്കും. പക്ഷെ അമ്മ അത് കെട്ടിട്ട് തരാഞ്ഞത് കാര്യമായി. കാരണം അങ്ങനെ ഇങ്ങനെ ഞാൻ എപ്പോഴും ഇത് ചെയ്താല് മുത്ത് താഴേക്ക് പോകുമെന്നും ഞാനത് സൂക്ഷിക്കണമെന്നോ അവിടെ കെട്ടിടണമെന്നോ ഒക്കെ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയാണ് പഠിച്ചത്. അങ്ങനെ വീണ്ടും പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് സൂക്ഷ്മമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി നേടിയെടുത്തു. അത് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിലും പരീക്ഷിച്ചു. അത് വളരെ വിജയകരമായിട്ട്, അതായത് കുഞ്ഞൊക്കെ വളരെ നേരത്തെ തന്നെ പേനയുടെ ക്യാപ്പ് കൃത്യമായി അടക്കിയതൊക്കെ ഓരോ ടാസ്ക്കാണ്. ഓരോ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അത് പ്രയാസം അനുഭവപ്പെടുന്ന ഏരിയകളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്ത് ചെയ്യിപ്പിക്കുമ്പോഴും നമുക്ക് അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മകൻ എനിക്ക് അടുക്കളയിൽ കൃത്യമായ രീതിയിൽ, നല്ല രീതിയിൽ പച്ചക്കറികൾ അരിഞ്ഞു തരാറുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊക്കെ ചെയ്തിരുന്നു. കാരണം അത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ നമ്മളത് കൊടുത്തിട്ട് മാറിപ്പോവുകയല്ല, സമയമെടുത്ത് സൂക്ഷ്മമായി അത് ചെയ്യാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തുകയല്ല. സ്വിച്ച് ഇടരുത്, ഗ്യാസ് ഓഫ് ചെയ്യരുത്, പിന്നെ കത്രിക അല്ലെങ്കിൽ കത്തി ഉപയോഗിക്കരുത്, ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുകയല്ല. ഇവയെല്ലാം സുരക്ഷിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അപകടങ്ങൾ ഏത് രീതിയിലും വരാം. സ്വിച്ച് കൃത്യമായി നനവില്ലാത്ത കൈകൾ ഉപയോഗിച്ച് കൃത്യമായി ഇടുക. അത് ഇട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടം നമുക്ക് വീഡിയോസിലൂടെയും അല്ലാതെയും പറഞ്ഞും മനസ്സിലാക്കാം. അതുപോലെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു പ്രായം എത്തുമ്പോൾ മനസ്സിലാക്കാറാകുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുക. നമുക്കറിയില്ല, ചിലപ്പോൾ നമ്മൾ വെച്ചിട്ട് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷിതമായി ഇതൊക്കെ ഒന്ന് ചെയ്യാൻ പഠിപ്പിച്ചു വെക്കുന്നത് നല്ലതാണ് എന്നാണ് അഭിപ്രായം. പറഞ്ഞപ്പോൾ കുറച്ച് നീണ്ടുപോയോ എന്തോ. എന്തായാലും ആരോഗ്യ കായിക വിദ്യാഭ്യാസം പറഞ്ഞപ്പോഴാണ് അങ്ങനെ പോയത് അല്ലേ. അപ്പോൾ കത്രികയുടെ ഉപയോഗത്തിൽ നിന്നാണ് ഇത്രയും പോയത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. കാര്യം നമ്മളിതെല്ലാം അറിയണമല്ലോ. ആരോഗ്യ കായിക ചാലക വികാസം, ശരീരത്തിലെ പരമാവധി പേശികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രവും നിയന്ത്രിതവുമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക. താളബന്ധമായി കൈയടിക്കുക, അത് ആസ്വദിക്കുക. നമ്മൾ താളം പറഞ്ഞു കൊടുക്കാറുണ്ട്. 1
2, 3 ഈ ഒരു രീതിയിൽ കൈയടിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മഴയുടെ ശബ്ദത്തിലുള്ള കൈയടി പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. ശരീരാവയവങ്ങളുടെ ഏകോപനം ആവശ്യമുള്ള പ്രവർത്തനത്തിൽ നടത്തുന്നതിന് കഴിവ് നേടുക. അടിസ്ഥാന ചലന നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ബഹുവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള കഴിവ് നേടുക തുടങ്ങിയവയാണ് ആരോഗ്യ കായിക ചാലക വികാസവുമായി ബന്ധപ്പെട്ട ശേഷികൾ. ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ഒക്കെ നോക്കി വെക്കണേ. ഇതിൽ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ ഒരു തീമോ തന്നിട്ട് ഇതിൽ നിന്ന് കുട്ടി നേടുന്ന ആരോഗ്യ കായിക ചാലക വികാസവുമായി ബന്ധപ്പെട്ട എന്ത് ശേഷിയാണ് കുട്ടി നേടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഇങ്ങനെ ഒരു കാര്യം നമുക്ക് താളബന്ധമായിട്ട് കൈയടിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റും, എന്തൊക്കെ പ്രവർത്തനം കൊടുക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ അത് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ഇനി അടുത്തത് സാമൂഹിക വൈകാരിക വികാസം. കൂട്ടായ്മ വളർത്തുന്ന പരിപാടികളിൽ പങ്കാളിയാക്കുക. ശരീരത്തിലെ പരമാവധി പേശികൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക. വൈജ്ഞാനിക വികാസം. പരിസര പഠനവുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക വികാസം എന്നുള്ളതാണ് അടുത്തത് ഗ്രിഡായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിലൂടെയും കടന്നു പോകണം. ഭാഷയുടെ കാര്യം താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. രൂപീകരിക്കേണ്ട ആശയം. പൂക്കളെല്ലാം ഒരുപോലെയല്ല. അപ്പൊ ഈ പാഠത്തിലെ ആശയങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പൂക്കൾ നിരീക്ഷിച്ചും പഠന ലക്ഷ്യങ്ങൾ. പൂക്കൾ നിരീക്ഷിച്ചും ചിത്രങ്ങൾ വിശകലനം ചെയ്തും പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടും മുതിർന്നവരോട് അന്വേഷിച്ചും പൂക്കളുടെ സവിശേഷതകൾ കണ്ടെത്തുന്നു. കണ്ടെത്തിയ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ പൂക്കളെ തരംതിരിക്കുന്നു. തരംതിരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കഴിവാണ് അല്ലെ, തരംതിരിക്കുക. ബ്രൂണറൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞതാണ് തരംതിരിക്കൽ അല്ലെ. പൂക്കളെ തരംതിരിക്കുന്നു. പിന്നെ പട്ടികപ്പെടുത്തുക, അതായത് നിറത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ പട്ടികപ്പെടുത്തുക. ഇതളുകളുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നു. അവ വിശകലനം ചെയ്ത് നിറം, വലിപ്പം, ഇതളുകളുടെ എണ്ണം, മണം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂക്കളിൽ വൈവിധ്യമുണ്ടെന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു. വൈവിധ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് പഠന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. രൂപീകരിക്കേണ്ട ആശയം എന്തായിരുന്നു? പൂക്കളെല്ലാം ഒരുപോലെയല്ല. നിറം, മണം, വലിപ്പം, ഇതളുകളുടെ എണ്ണം തുടങ്ങിയവയിൽ പൂക്കൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത്, ഈ ആശയത്തിന്റെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വർഗീകരണമാണ്. നിറം, മണം ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുക ഇതായിരുന്നു പഠന ലക്ഷ്യം. ഇനി അതിൽ നിന്ന് നേടുന്ന പ്രക്രിയാശേഷി എന്താണ്? ഇത് നേടിയ വർഗീകരണം നടത്തണമെങ്കിൽ കുട്ടി നിരീക്ഷിക്കണം, പരീക്ഷണം ചെയ്യണം, അറിയണം, തരംതിരിക്കൽ നടത്തണം, പട്ടികപ്പെടുത്തണം, ക്രമീകരിക്കണം, അപഗ്രഥിക്കണം, നിഗമനം രൂപീകരിക്കണം, പിന്നീട് ഈ അറിവ് പ്രയോഗിക്കണം. അറിവ് പ്രയോഗിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ വേർതിരിച്ച് അതിനെക്കുറിച്ച് എഴുതുമ്പോഴൊക്കെ അല്ലേ. അതുപോലെ മനോഭാവം. ഇതിൽ നിന്ന് പ്രത്യേകിച്ച് മനോഭാവം മൂല്യമൊന്നും കിട്ടുന്നില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. എങ്കിലും നമുക്ക് പറയാം അല്ലേ, ഒരു മനോഭാവം ഉണ്ടാവും. അതായത് പൂക്കളെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നോ അല്ലെങ്കിൽ പിന്നെ ഇവയുടെ വ്യത്യാസം ആസ്വദിക്കാനോ ഒക്കെ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂക്കളിലെ വൈവിധ്യം ആസ്വദിക്കുക, അത് ഇവിടെയും വരാമല്ലോ. പിന്നീട് എന്തിനാണ് ഇവിടെ ഒഴിച്ചിട്ടത് എന്ന് മനസ്സിലാവുന്നില്ല. ഇനി അടുത്തത് നോക്കിക്കേ. മഞ്ഞ, ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങളിലാണ് കൂടുതൽ പൂക്കളും. നല്ല മണമുള്ള പൂക്കളും മണമില്ലാത്ത പൂക്കളും ഉണ്ട്. മഞ്ഞ, ചുവപ്പ്, വെള്ള, നീല എന്നീ നിറങ്ങളിലാണ് കൂടുതൽ പൂക്കൾ. ശരിയാണല്ലേ. ഇനി ജീവജാലങ്ങൾക്ക് പൂക്കളെ തിരിച്ചറിയുന്നതിന് നിറവും മണവും വലിപ്പവും സഹായിക്കുന്നു. സത്യമല്ലേ? ഓരോ ജീവജാലവും പൂക്കളെ തിരിച്ചറിഞ്ഞ്, അതായത് പൂമ്പാറ്റ പോലും പൂക്കളുടെ അടുത്തേക്ക് എത്തുന്നത് മണം അല്ലെ. അതുപോലെ തന്നെ നിറവും മണവും വലിപ്പവും ഒക്കെ പൂക്കൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആകർഷിക്കാനാണ്. ഇൻസെക്ട്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി ജീവജാലങ്ങളെ ആകർഷിക്കാനാണ്, ഇൻസെക്ട് മാത്രമല്ല. അടുത്തത്, അതിലൂടെ എന്താ കിട്ടുന്നത്? അവിടെയും താരതമ്യം, പരീക്ഷണത്തിൽ ഏർപ്പെടൽ, കാര്യകാരണ ബന്ധം കണ്ടെത്തൽ, നിഗമന രൂപീകരണം. പൂക്കളിലെ വൈവിധ്യം ആസ്വദിക്കുന്നു എന്ന മൂല്യവും മനോഭാവവും ലഭ്യമാവുന്നു. വണ്ട്, ചിത്രശലഭം, വവ്വാൽ, ഉറുമ്പ്, പക്ഷികൾ, തേനീച്ചകൾ, കൊതുക്, കടന്നൽ, നിശാശലഭങ്ങൾ തുടങ്ങിയ ജീവികൾ തേൻ കുടിക്കാൻ പൂക്കളിൽ എത്താറുണ്ട്. ഏതെങ്കിലും ജീവജാലങ്ങൾ പൂക്കളിൽ എത്തുന്നു എന്ന് നിരീക്ഷിച്ച് കണ്ടെത്തുകയും ശേഖരിച്ച വിവരങ്ങൾ പങ്കിടുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇവിടെ പഠന ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? ജീവജാലങ്ങൾ പൂക്കളിലേക്ക് എത്തുന്നു എന്ന് നിരീക്ഷിച്ച് കണ്ടെത്തുന്നു, അതുപോലെ തന്നെ വിവരങ്ങൾ പങ്കിടുന്നു, അവർ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കിടുന്നു. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആ കുഞ്ഞുങ്ങളെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലേക്ക് കൊണ്ടുപോകാം.
അതുപോലെ സ്കൂളിന്റെ ക്ലാസിന്റെ ഭാഗമായിട്ട് നമ്മൾ പൂന്തോട്ടമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്കും കുട്ടികളെ കൊണ്ടുപോകാം അല്ലേ. ഇനി ഇവിടെ ശാസ്ത്രാന്വേഷണ കൗതുകം വളരുന്നു എന്നാണ് മനോഭാവം എഴുതിയിരിക്കുന്നത്. ഇനി പൂക്കൾ വിരിഞ്ഞു എന്ന് അവയുടെ നിറം കൊണ്ടും മണം കൊണ്ടും മനസ്സിലാക്കാം. പൂക്കളിൽ തേൻ ഉള്ളത് കൊണ്ടാണ് ജീവികൾ പൂക്കളിൽ എത്തുന്നത്. ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂക്കൾക്കുള്ള ഏതെങ്കിലും സവിശേഷതകൾ, അതായത് നിറമോ പിന്നെ മണമോ ഒക്കെ ആവാം, അല്ലെങ്കിൽ പൂവിലെ തേനിനെ കുറിച്ചോ ഒക്കെയുള്ള കാര്യങ്ങളാവാം, ജീവജാലങ്ങളെ ആകർഷിക്കുവാൻ സഹായിക്കുന്നു എന്ന് കണ്ടെത്തുന്നു. ഉറുമ്പ് പൂവിലേക്ക് പോകുന്നത് തീർച്ചയായിട്ടും തേനിന് വേണ്ടിയിട്ടാണ്. തേനീച്ച പൂയും വണ്ടും പൂക്കളിലേക്ക് പോകുന്നതും എന്തിനാണ്? പൂമ്പൊടി ശേഖരിക്കാനല്ല, തേൻ ശേഖരിക്കാനാണ് അല്ലെ. ഈ മണമാണ് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾ മനസ്സിലാക്കുന്നു. ഇവിടെയും താരതമ്യം, കാര്യകാരണ ബന്ധം കണ്ടെത്തലും നിഗമന രൂപീകരണവും നടക്കുന്നു. പരസ്പരം ബന്ധപ്പെട്ടാണ് സസ്യലോകവും ജന്തുലോകവും കഴിഞ്ഞു പോകുന്നത് എന്നുള്ള ആശയവും മൂല്യവും മനോഭാവവും കുട്ടിക്ക് ലഭിക്കുന്നു. അവയുടെ കണ്ണി മുറിഞ്ഞാൽ അത് ദോഷം വരുത്തും എന്നും മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മുടെ സ്കൂളുകളിലെ കുഞ്ഞുങ്ങളെ, എനിക്കും ഞാനും ചെല്ലുമ്പോൾ രാവിലെ ചെല്ലുമ്പോഴേ പൂക്കളം കൊണ്ട് വരുമായിരുന്നു. പൂക്കൾ ഇങ്ങനെ എൻ്റെ മേശപ്പുറത്ത് എപ്പോഴും പൂക്കൾ കാണും. അപ്പോൾ അത് സ്ഥിരമായപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇന്ന് അവിടെ വരുന്ന പൂമ്പാറ്റ തേൻ കിട്ടാതെ വിശന്ന് പോവുമായിരിക്കും അല്ലേ എന്നിങ്ങനെ ചോദ്യങ്ങൾ വന്നു. അങ്ങനെ വന്നിട്ട് ഞാൻ പിന്നെ അതിനെ ഇങ്ങ് നിരുത്സാഹപ്പെടുത്തി. എപ്പോഴും പൂക്കൾ പറിക്കുക, കാണാൻ ഭംഗിയുള്ളതിനെയൊക്കെ നശിപ്പിക്കുക എന്ന മനോഭാവം വേണ്ടി. ഈ പൂവ് കിട്ടുന്നത് എനിക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എപ്പോഴും അത് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ ഇനി പൂവ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ഇങ്ങനെ നിന്ന വാടാറായ പൂക്കൾ അത് കൊണ്ടുവന്നാൽ മതി എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വിഷമം വരും നമ്മളൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാലേ. അതും നമ്മൾ നോക്കണമല്ലോ. ഇപ്പൊ വിരിഞ്ഞ് കുറച്ച് ദിവസമായ പൂക്കളൊക്കെ ആണെങ്കിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പിന്നീട് പറയുമായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പൂവൊക്കെ പൂത്താ ഉടനെ അതിനെ നശിപ്പിക്കരുത്. അത് കാണുന്നത് നമ്മുടെ മനസ്സിനും ആനന്ദകരമാണ്. അതുപോലെ അത് തേടി വരുന്ന പൂമ്പാറ്റകളും ഉറുമ്പുകളും ഒക്കെ ഉണ്ട്. അവയ്ക്ക് വിശപ്പ് അകറ്റാനാണ് ഈ പൂക്കൾ ഉള്ളത് തുടങ്ങിയ ആശയങ്ങളും കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണം. പൂക്കൾ ഇല്ലെങ്കിൽ കായ്ക്കളും വിത്തുകളും ഉണ്ടാകില്ല. ശരിയല്ലേ? ജീവികൾക്ക് ആഹാരമില്ലാതാകും. വിത്തില്ലെങ്കിൽ പുതിയ ചെടികൾ ഉണ്ടാകില്ല. ഈ ആശയം കുട്ടികളിൽ ഉറക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. പൂക്കൾ ഇല്ലാതെയായാൽ ജീവജാലങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കുന്നു. അതായത് പൂക്കൾ ഇല്ലെങ്കിൽ വിത്തില്ല എന്നൊരു കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും കുട്ടികൾ അത് മനസ്സിലാക്കുന്നു. പൂക്കളാണ് കായ്കളായിട്ട് മാറുന്നത്, കായ്കള് വിത്തുകളായിട്ട് മാറുന്നു. ഈ ഒരു കാര്യം കുട്ടികളിലേക്ക് എത്തിക്കണം. അപ്പൊ അതെങ്ങനെ എത്തിക്കും എന്നൊക്കെ ചോദിച്ചാല്, നമുക്കതൊരു പിന്നെ ഈ പച്ചക്കറികളുടെയൊക്കെ കൃഷി ചെയ്യുന്നിടത്ത് നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും അല്ലേ. സ്കൂളിൽ തന്നെ പച്ചക്കറിത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി നമുക്കൊരു പയറോ അല്ലെങ്കിൽ മത്തനോ ഒക്കെ നട്ട് അത് നമുക്ക് കാണിച്ച ആ പ്രോസസ്സിലൂടെ അത് കുറച്ച് ദീർഘമായ നാളുകൾ കൊണ്ട് നേടിയെടുക്കുന്ന പഠന നേട്ടമാകാം. എന്നാൽ പോലും അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. പരസ്പര ബന്ധം കണ്ടെത്തൽ, ശാസ്ത്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രവചിക്കൽ, അതാണ് ഏറ്റവും അത്യാവശ്യം അല്ലേ. ശാസ്ത്രീയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പ്രവചിക്കൽ. ആവശ്യമില്ലാതെ പൂക്കൾ നശിപ്പിക്കരുത് എന്ന മനോഭാവം, അത് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു. ഞാനിത് കണ്ടിട്ടല്ല കേട്ടോ പറഞ്ഞേ. ആവശ്യമില്ലാതെ പൂക്കൾ നശിപ്പിക്കരുത് എന്ന മനോഭാവം കുട്ടികളിൽ ഉണ്ടാവണം. പൂക്കൾ മനുഷ്യർ പലവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന കാര്യം കുട്ടികളിലേക്ക് എത്തണം. അതായത് അലങ്കാരം, സ്വീകരണം, വിവിധ ചടങ്ങുകൾ, ആഹാരം, ഔഷധം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പൂക്കൾ മനുഷ്യരുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്തുന്നു എന്ന് അന്വേഷിച്ചറിയുക, വിവരശേഖരണം നടത്തുന്നു. അവിടെയും എന്ത് മനോഭാവമാണ് വരേണ്ടത്? ആവശ്യമില്ലാതെ പൂക്കള് നശിപ്പിക്കരുത് എന്ന മനോഭാവം നമുക്ക് വരുത്താം. പിന്നെ പരിചയപ്പെടുന്ന അക്ഷരങ്ങളും അവ ചേർന്നുള്ള വാക്കുകളുടെ ആവൃത്തിയും, അതായത് എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഞങ്ങളിത് ഗ്രൂപ്പിൽ ചർച്ച ചെയ്തപ്പോൾ ഈ 2 എന്നൊക്കെ ഉള്ളത് എന്താണ് എന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെയാണ് നോക്കുമ്പോൾ ഈ മഴ എന്ന് പറയുന്ന വാക്ക് ഈ ഒരു പാഠത്തിൽ 3 തവണയുണ്ട്, പുഴു 2 തവണയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കൊക്കെ വെക്കേഷൻ ക്ലാസ് ഒന്നും കിട്ടിയതല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അറിയില്ലായിരുന്നു. ഇനി പരിചയപ്പെട്ടവയും പുനരനുഭവവും ഒരുക്കുന്നവയും എന്ന് പറഞ്ഞിട്ട് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മുൻപ് പരിചയപ്പെട്ട അക്ഷരങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ടാണ് ആ ഹെഡിങ് അങ്ങനെ പ റ വ അല്ലേ. ന ത ന പ റ വ ഈ അക്ഷരങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചതാണ്.
പിന്നീടോ ച, ക, ല തുടങ്ങിയ വാക്കുകൾ. അതുകൊണ്ടാണ് നീല, കാക്കപ്പൂവിന് കാക്ക നിറമാണോ എന്ന് ചോദിച്ചത് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ കണ്ട കുരുവിക്ക് നീല നിറം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പറയുമ്പോൾ നീല എന്ന് പറയുന്ന വാക്കിനെ പലതവണ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആ ചിഹ്നവും ഈ ചിഹ്നവും ഊ ചിഹ്നവും ഊ ചിഹ്നവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ ചിഹ്നങ്ങൾക്കാണ്. ഏതിനാണ്? ആ ചിഹ്നം ഇന്നും ഗ്രാഫിക് ബോർഡില്ലേ, ക്ഷമിക്കുക, ഞാൻ പറ്റുന്ന പോലെ എഴുതാണ്. ഈ ചിഹ്നം, ഉച്ചിഹ്നം, ഊ ചിഹ്നം. സോറി, ഇങ്ങനെയല്ല, നിങ്ങൾക്കറിയാം. മൗസ് വെച്ച് എഴുതുമ്പോൾ എനിക്ക് ഇത്ര കൺട്രോളൊക്കെ ഉള്ളൂ കേട്ടോ. ഒരുവിധം ഒപ്പിച്ചു. ഊ ചിഹ്നം. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞു, ചിഹ്നങ്ങൾ എഴുതുന്ന രീതിയൊക്കെ പറഞ്ഞായിരുന്നു, അതൊക്കെ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഇവിടെ ഞാനിപ്പോ ആ ചിഹ്നം, ഈ ചിഹ്നം, ഉച്ചിഹ്നം, ഊ ചിഹ്നം എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. അതായത് ചിലയിടത്ത് അക്ഷരം എഴുതിയിട്ട് നീട്ടം ഇടൂ, വള്ളി ഇടൂ, ചുറ്റിക്കെട്ടി വള്ളി ഇടൂ, കുണുക്കിടൂ, പിന്നെ രണ്ട് ചുറ്റി വരുന്ന കുണുക്കിടൂ, ഇങ്ങനെയൊക്കെ പറയും ടീച്ചേഴ്സ്. അത് ദയവായിട്ട് ഒഴിവാക്കുക. കുട്ടികൾക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യമേ ചിഹ്നങ്ങളെ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ അനുഭവം. എൻ്റെ കുഞ്ഞിൽ ഞാൻ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളിലും, അതായത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ ചിഹ്നം എന്ന് പറയുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും അതേതാണ് എന്ന്. ഈ ചിഹ്നം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും അതേതാണെന്ന്. നമ്മൾ കുഞ്ഞുങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരുന്നാൽ മതി. കൃത്യമായി ഒരു സമയം ഒരുപാട് ചിഹ്നങ്ങൾ പഠിപ്പിക്കാതെ കുറച്ച് ചിഹ്നങ്ങൾ, ഈ ഇപ്പൊ നമ്മൾ കണ്ടതുപോലെ ആ ചിഹ്നങ്ങളെ ശരിയായി എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അത് നിങ്ങൾ നോക്കണേ, ഈ യൂണിറ്റിൽ പരിചയപ്പെടുന്ന അക്ഷരങ്ങളും അവ ചേർന്ന വാക്കുകളും വാക്കുകളുടെ ആവൃത്തിയും എന്ന് പറഞ്ഞ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പാഠത്തിൽ ഊന്നൽ നൽകുന്ന അക്ഷരങ്ങൾ ഏതാണ്, വാക്കുകൾ ഏതാണ്, ചിഹ്നങ്ങൾ ഏതാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാര്യം ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഊന്നൽ കൊടുക്കുന്ന അക്ഷരം ഏതാണ് എന്ന് ചോദ്യം വരാം, ഏതാണ് വാക്കുകൾ എന്ന് വരാം. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പുസ്തകം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഏത് തരത്തിലും ചോദ്യങ്ങൾ വരാം. അത് മനസ്സിലാക്കി വേണം പുസ്തകങ്ങൾ പരിശോധിക്കാനായിട്ട്. ഊന്നൽ നൽകുന്ന ചിഹ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞവ തന്നെയാണ്. അവിടെ ഈ പരിചയപ്പെട്ടവയും പുനരനുഭവം ഒരുക്കുന്നവയുമായിട്ടുള്ള ചിഹ്നങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഊന്നൽ നൽകുന്ന ചിഹ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി വിപുലീകരിച്ചിട്ടുണ്ട്. അതായത് ചിഹ്നം വന്നു, ഇവിടെ ചിഹ്നം വന്നു, എ ചിഹ്നം വന്നു, ഓ ചിഹ്നം വന്നു, ഒച്ചിഹ്നം വന്നു. അപ്പൊ ഇതെല്ലാം പിന്നെ കുട്ടികൾക്ക് പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. അതായത് ചിഹ്നം ആട്, ചൂട്, പൂവ് തുടങ്ങിയവ. ചിഹ്നം ചൂട്, കൂടി എന്നൊക്കെ വന്നപ്പോ ചിഹ്നം. തേൻ, ചിഹ്നം. നിറമാണോ എന്നുള്ള എടുത്ത് ചിഹ്നം. വരുന്നോ, കൊടുക്കാമോ, അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെ ചിഹ്നങ്ങൾ ഓരോന്നും പരിചയപ്പെട്ടിരിക്കുക. ഒന്നാം ദിവസം കഥാവേളയാണ്. കലാവിദ്യാഭ്യാസത്തിലെ പാട്ടരങ്ങ്, വരയരങ്ങും ഒക്കെ നടത്താവുന്നതാണ്. പൂക്കൾ കൈമാറ്റ കളി കായിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെയ്യാവുന്നതാണ്. രണ്ടാം ദിവസമോ വളരുന്ന ചെടി, അതിനെക്കുറിച്ച് എഴുതുന്നു. വളരുന്ന ചെടി വായന നടത്തുന്നു, ബോർഡിൽ എഡിറ്റിംഗ് നടത്തുന്നു, തരംതിരിക്കുന്നു, ഇവിടെ റോൾ പ്ലേ ചെയ്യുന്നു, കലാവിദ്യാഭ്യാസത്തില് പാട്ടരങ്ങ് നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഗ്രിഡാക്കി കൊടുത്തിട്ടുണ്ട്. തിയേറ്ററിനകത്ത് ആടും ചെടിയും, റീഡേഴ്സ് തിയേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇതൊന്ന് ശ്രദ്ധിച്ചേ. ഹാജരാകാത്തത് മൂലം അനുഭവ വിടവുള്ളവർ, വ്യക്തിഗത ശ്രദ്ധ ആവശ്യമുള്ളവർ എന്നിവർക്ക് പിന്തുണ. സവിശേഷ പിന്തുണാ സമയം, ഇതൊന്ന് നോക്കണേ. ഇത് അതായത് സവിശേഷ പിന്തുണാ സമയം കൊടുത്തിട്ടുണ്ട്. 5-ാമത്തെ ദിവസം സവിശേഷ പിന്തുണയ്ക്കുള്ള സമയമാണ്. സ്വതന്ത്ര കളികളില് കുട്ടികൾ കായിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഏർപ്പെടുന്നുണ്ട്. പരിസര പഠനവും പ്രവൃത്തി പരിചയ പഠനവും കലാവിദ്യാഭ്യാസവും ഒക്കെ കുട്ടികൾ നേടുന്ന ഈ ഒരു സമയത്ത് വരാത്ത കുട്ടികളുണ്ടാവും. ശ്രദ്ധ കുറച്ചുകൂടി കൈത്താങ് ആവശ്യമായ കുട്ടികളുണ്ടാവും. അവർക്ക് വേണ്ടി 5-ാം ദിവസം മാറ്റി വെച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ, അല്ലേ. വളരെ നല്ല കാര്യമാണ്. പഠിക്കാത്ത കുട്ടിയെ പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തി പഠിക്കുന്ന കുട്ടി പറയുന്ന ഉത്തരം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി കാലാകാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളുകളിൽ കണ്ടുവന്ന രീതിയാണ്.
നമ്മളിൽ പലരും നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അതൊക്കെ ചെയ്തിട്ടുള്ളവരുമാണ്. സമയബന്ധിതമായിട്ട് പാഠം തീർക്കണം അല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഇത്തരം കുട്ടികൾക്ക് കൃത്യമായ സമയം ഇവിടെ ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഹാൻഡ് ബുക്കിന്റെ. അത് ശ്രദ്ധിക്കണേ. നമ്മളിങ്ങനെ നോക്കി പോകുമ്പോഴാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്കും ഇത് ഗുണം ചെയ്യുന്നുണ്ട്. ഇനി പ്രതിദിന സ്വതന്ത്ര വായനാ പാഠങ്ങൾ. അന്നന്ന് പരിചയപ്പെട്ട അക്ഷരങ്ങളും ചിഹ്നങ്ങളും അതുവരെ പരിചയപ്പെട്ടവയും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നതിനാണ് വായനാ പാഠങ്ങൾ. അപരിചിതാക്ഷരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വായനാ സാമഗ്രി സ്വതന്ത്ര വായനാ സാമഗ്രി അല്ല. ചെറിയതായിരിക്കും വായനാ പാഠങ്ങൾ. തീമുമായി ബന്ധപ്പെട്ടതോ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടതോ ആകണം ഉള്ളടക്കം. അപ്പൊ കുട്ടികൾക്ക് പരിചിത അക്ഷരങ്ങൾ ഉള്ളതായിരിക്കണം കേട്ടോ, അപരിചിതമായ അക്ഷരങ്ങളല്ല അല്ലേ. അത് കൃത്യമായിട്ട് ആദ്യത്തെ വരിയിലുണ്ട്. അന്നന്ന് പരിചയപ്പെട്ട അക്ഷരങ്ങളും ചിഹ്നങ്ങളും അതുവരെ പരിചയപ്പെട്ടവയും പുതിയ സന്ദർഭത്തിൽ പ്രയോഗിക്കുന്നതിനാണ് വായനാ പാഠങ്ങൾ സൃഷ്ടിക്കുന്നത്. അല്ലാതെ അപരിചിതമായി ഉള്ള സാധനം കൊടുക്കലല്ല എന്നാണ് നമ്മൾ രണ്ടാമത്തെ വരിയിൽ മനസ്സിലാക്കേണ്ടത്. ചെറിയതായിരിക്കണം വായനാ പാഠങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ പാഠം ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. തീമുമായി ബന്ധപ്പെട്ടതോ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ടതോ ആകണം ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ വായനാ സാമഗ്രി നമ്മൾ കൊടുക്കുമ്പോൾ. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വായനാ പാഠങ്ങൾ നൽകരുത്. ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി പങ്കിടുമ്പോൾ സാങ്കേതിക ഉപകരണങ്ങൾ, റേഞ്ച് തുടങ്ങിയവ കാരണം പ്രശ്നം അനുഭവിക്കുന്ന കുട്ടികൾക്ക് പ്രിന്റ് എടുത്ത് നൽകുകയോ എഴുതി നൽകുകയോ വേണം. വ്യക്തമായി അത്തരം കുട്ടികളെ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടാൻ സാധ്യതയുള്ള കുട്ടികളെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു വരി. ഈ പാഠവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര വായനാ പാഠങ്ങളുടെ ചില മാതൃകകൾ ചുവടെ നൽകുന്നു. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, നാലാം ദിവസം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. രണ്ടാം ദിവസം ഊന്നൽ നൽകേണ്ടത് ഞാ, ച, ഏയുടെ ചിഹ്നങ്ങൾ. ഞാൻ ചെടി, ചെറുചെടി, പൂ വരും, കാ വരും, പറവകൾ പാറി വരും. ഇനി ഞാ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആ ചിഹ്നം വന്നപ്പോൾ ഞാ, അതാണ് ഞാ, ച, ഏയുടെ ചിഹ്നങ്ങൾ എന്ന് കടുത്തേക്കുന്നത് കേട്ടോ. ഇനി ചായയിലോ ചെ, എച്ച് ചിഹ്നം വന്നു, ചെറുചെടി അല്ലെ. പൂ വരും, കാ വരും, പറവകൾ പാറി വരും എന്നിങ്ങനെ ഉള്ള കാര്യങ്ങളാണ് രണ്ടാം ദിവസം. മൂന്നാം ദിവസമോ ഈ, ഞാ, ന, ക. ഞാൻ തിന്നും, ഇല തിന്നും, കറുമുറ കറുമുറ, പുഴു ഇല തിന്നു, കാക്കപ്പാറി വന്നു, ഞാനും തിന്നും, നിന്നെ തിന്നും, കറുമുറ കറുമുറ. ഇങ്ങനെ ഓരോന്ന് കൊടുത്തിരിക്കണം. ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം. ഇല തിന്നാൻ ആട് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് നോക്കിക്കേ, രണ്ടാം ദിവസം കൊടുത്തപ്പോ ഞാൻ ചെടി, മൂന്നാം ദിവസം ആയപ്പോ ഞാൻ തിന്നും. അവിടെ കുറച്ചുകൂടി ഒന്ന് കോംപ്ലിക്കേറ്റഡ്, ചിഹ്നമൊക്കെ വന്നു, ചിഹ്നമൊക്കെ വന്നു. ഇനി നാലാം ദിവസം ഇല തിന്നാൻ ആട് വന്നു, കുറച്ചുകൂടി ലെങ്തി ആയി അല്ലേ. ആ രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ഓരോന്നും ഒന്ന് വായിച്ചു വെച്ചിരിക്കണേ. ഇനി ഒന്നാം ദിവസത്തെ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കഥാവേള, കഥ പറയാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ പ്രവർത്തനങ്ങളിലൂടെ പോകും കേട്ടോ, പ്രവർത്തനങ്ങൾ മാത്രം. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ സമയം ഒരുപാട് പോകുന്നു. ഇനി വായിച്ചു കേട്ട കഥകൾ ആശയക്രമീകരണം പാലിച്ച് ഭാവാത്മകമായി അവതരിപ്പിക്കുക, ചിത്രങ്ങൾ സ്വന്തമായ നിലയിൽ വ്യാഖ്യാനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് പഠന ലക്ഷ്യമായിട്ട് ഒന്നാം ദിവസം നേടേണ്ടത്. 40 മിനിറ്റ് ആണ് ഈ ഒരു മാനുവൽ എന്ന് പറയുന്നത്. കരുതേണ്ട സാമഗ്രികൾ പൂക്കളുമായി ബന്ധപ്പെട്ട കഥാപുസ്തകമാണ്. പ്രക്രിയ വിശദാംശങ്ങൾ നോക്കാൻ ടീച്ചർ ഭാവാത്മകമായി പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു ബാലസാഹിത്യ കൃതി വായിച്ചു കേൾപ്പിക്കുന്നു. ഇവിടെ നമ്മൾ എന്ന് പറഞ്ഞാൽ DPP-യിൽ പഠിച്ചിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് ഒരു കുഞ്ഞി പൂവിൻ്റെയും ഒരു പാലമരോ അങ്ങനെ എന്തോ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ പുസ്തകത്തിൽ. അതൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് കാറ്റത്ത് ഈ പുല്ല് നിലനിൽക്കുന്നതും അതിനെ കളിയാക്കിയ വലിയ ആലല്ല പാലമരം എന്തോ വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള കഥകൾ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ എന്തോ ആകാം. ചെടികളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ കൊടുക്കുന്നു, പൂക്കളുമായി ബന്ധപ്പെട്ട കഥകൾ. ഇനി അതുപോലെ നമ്മൾ കഴിഞ്ഞ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച
പൂവിന് നിറം കൊടുക്കാനായിട്ട് പൂമ്പാറ്റ പാറിപ്പോയതും പൂമ്പാറ്റയിൽ നിന്ന് പൂവ് നിറങ്ങൾ ചോദിച്ചതും പൂക്കളെല്ലാം വിഷമിച്ച് നിന്നതുമായിട്ടുള്ള ഒരു കഥയുണ്ടായിരുന്നല്ലോ. ആ കഥയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ടീച്ചർ ഭാവാത്മകമായി പൂക്കളുമായി ബന്ധപ്പെട്ട ഒരു ബാലസാഹിത്യ കൃതി വായിച്ചു കേൾപ്പിക്കുന്നു. കുട്ടികളുടെ വീടുകളിലേക്ക് വായനോത്സവത്തിന്റെ ഭാഗമായി നൽകിയ പൂക്കളുമായി ബന്ധപ്പെട്ട കഥകൾ ഒന്നോ രണ്ടോ കുട്ടികൾ ഭാവാത്മകമായി ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. കേട്ട കഥകളോട് മറ്റുള്ളവർ പ്രതികരിക്കുന്നു. വായിച്ചു കേട്ട പുസ്തകങ്ങളിലെ ചിത്രങ്ങൾ കുട്ടികൾ വ്യാഖ്യാനിക്കുന്നു. പഠന തെളിവ് കഥകൾ അവതരിപ്പിച്ചവരുടെ പേരും അവതരിപ്പിച്ച കഥയും ലിസ്റ്റ് ചെയ്യുന്നു. ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കിടുന്നതിനായി തയ്യാറാക്കിയ കുട്ടികൾ കഥകൾ അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ, ഇതൊക്കെയാണ് പഠന തെളിവായിട്ട് സൂക്ഷിക്കേണ്ടത്. പഠന തെളിവ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മാനുവലിൽ ഒതുങ്ങുന്നതല്ല എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മൾ ചെയ്ത പഠനത്തിന്റെ ഉൽപ്പന്നങ്ങളാണത്. വിലയിരുത്തൽ. കേട്ട കഥ ആശയചോർച്ചയില്ലാതെയും ക്രമം പാലിച്ചും പറയാൻ കഴിയുന്നവരെത്ര? കേട്ട കഥകൾ ഭാവാത്മകതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നവരെത്ര? ആശയക്രമീകരണത്തിൽ പ്രയാസം അനുഭവപ്പെടുന്നവരുടെ ചിന്താ തടസ്സങ്ങൾ മറികടക്കാൻ എന്താണ് ചെയ്തത്? ഭാവാത്മകമായ അവതരണത്തിന് കുട്ടികളെ പ്രചോദിപ്പിക്കുന്ന രീതിയിലായിരുന്നു ടീച്ചറുടെ അവതരണം. ഇവിടെ ടീച്ചർ സ്വയം വിലയിരുത്തുകയാണ് അല്ലെ. ഇത് പ്രവർത്തനത്തിന്റെ പേര് പാട്ടരങ്ങ്. പഠന ലക്ഷ്യങ്ങൾ. പരിചിതമായ പാട്ടുകൾക്ക് അനുയോജ്യമായ താളം നൽകിയും ഭാവാത്മകമായും ഒറ്റയ്ക്കും കൂട്ടായും സദസ്സിന് മുൻപാകെ അവതരിപ്പിക്കുക. പാട്ടിനും ആശയത്തിനും താളാത്മകമായ ശബ്ദത്തിനും അനുസൃതമായി രംഗാവിഷ്കരണം നടത്തുക. അത് 40 മിനിറ്റ് ആണ് ഈ പ്രവർത്തനം. പാട്ടെഴുതിയ ചാർട്ടാണ് ഇവിടെ പഠന സാമഗ്രി. ഇനി പ്രക്രിയ വിശദാംശം നോക്കാം. ചുവടെ നൽകിയിട്ടുള്ള പാട്ട് മുൻ പാഠവുമായി ബന്ധമുള്ളതാണ്. ആ പാഠത്തിലെ ചാർട്ടുകൾ വീണ്ടും വായിക്കാൻ അവസരമൊരുക്കുന്നു. ചാർട്ട് പ്രദർശിപ്പിക്കണം. പരിചയിച്ച ഏതെല്ലാം വാക്കുകൾ ഈ ചാർട്ടിലെ പാട്ടിലുണ്ട് കണ്ടെത്താമോ എന്ന് ചോദിക്കാം. ഉദാഹരണം: തന തന, തനു തിന, കലപില, കുല കുല, പട പട, ചട പട, പറവകൾ, പാറി, പാടി തുടങ്ങിയവ. പരിചയിച്ച ഏതെല്ലാം അക്ഷരം ഈ പാട്ടിലുണ്ട്? കുട്ടികളുടെ കണ്ടെത്തൽ വായനയ്ക്ക് ശേഷമാണ് പാട്ട് ചൂണ്ടിച്ചൊല്ലേണ്ടത്. കുട്ടികൾ കൂടെ ചൊല്ലുന്നു. തന 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 തന, തനു തിന താന. അതായത് ചൂണ്ടിച്ചൊല്ലുക. ടീച്ചർ ഇങ്ങനെ ഓരോ വാക്കുകൾ കാണിച്ച് അത് ഉച്ചരിച്ച് പാട്ട് പാടുന്നതാണത് അല്ലെ. പട 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 പട, ചിറകുകൾ വീശി, പട 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 പട, പറവകൾ പാറി. ചെറു ചെറു പഴങ്ങളിൽ കൊതിയോടെ നോക്കി, തന 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 തന, തനു തിന താന. രണ്ടാമത്തെയാണ്. ഇത് ഒന്നാമത്തെ ഭാഗമാണ്. കുല കുല പഴങ്ങളിൽ തുരുതുരാ കൊത്തി, തന 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 തന, തനു തിന താന. ഒന്നും അറിയാത്ത കുട്ടി ഇതെങ്കിലും ചൊല്ലു അല്ലേ. അവര് നേരത്തെ പഠിച്ചതാണ്. കുല കുല പഴങ്ങളോ ചടപട വീണു, തന 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 തന, തനു തിന താന. കലപില കലപില, പറവകൾ പാടി, പടപട പടപട, പറവകൾ പാറി. അപ്പൊ ഇത് കുട്ടികൾക്ക് പുതിയ ചിഹ്നങ്ങൾ, അവര് ഈ ഒരു പാഠത്തിൽ പഠിച്ച ചിഹ്നങ്ങളും അക്ഷരങ്ങളും, ല എന്ന അക്ഷരം, ഊ ഒക്കെ നേരത്തെ പഠിച്ചതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാനും അക്ഷരങ്ങളെയൊക്കെ കൂട്ടി വായിക്കാനും ഒക്കെയുള്ള അവസരം ഇവിടെ കിട്ടുന്നുണ്ട്. താളമിട്ട് ഒത്തുപാടണം. അതാണ് പാട്ടരങ്ങ്. പാട്ടിന് രംഗാവിഷ്കാരം നടത്താമോ? ടീച്ചർ പാടുന്നു. ഗ്രൂപ്പുകളായി ഓരോ ഭാഗവും അഭിനയിക്കുന്നു. ആദ്യ തവണ വരികൾ കേൾക്കണം. രണ്ടാം തവണ പാടുമ്പോൾ അഭിനയിക്കണം. ഗ്രൂപ്പുകളുടെ അവതരണ ശേഷം ടീച്ചർ മാതൃക കാണിക്കുന്നു അല്ലെ. പ്രതീക്ഷിത ഉൽപ്പന്നം എന്ന് പറയുന്നത് കുട്ടികൾ പാടുന്നതിന്റെയും പാടി അനുഭവിക്കുന്നതിന്റെയും വീഡിയോ ആണ്. വിലയിരുത്തൽ. ഗ്രൂപ്പ് പ്രവർത്തനം നടത്തിയപ്പോൾ പരസ്പരം ആലോചന നടത്താൻ അവസരം നൽകിയോ? കുട്ടികൾ ഏതൊക്കെ വരികൾക്കാണ് അഭിനയ സാധ്യത ഉപയോഗിച്ചത്? വായ്ത്താരി വന്നപ്പോൾ അവർ താളത്തിനനുസരിച്ച് ശരീരം ചലിപ്പിച്ചത് താളബോധം പ്രതിഫലിപ്പിക്കും വിധമായിരുന്നോ? പാട്ടിന് ആവിഷ്കാരം നൽകാൻ ടീച്ചർക്ക് മുന്നൊരുക്കം വേണ്ടി വന്നോ? അവിടെ ടീച്ചർ സ്വയം ചോദിക്കുകയാണ്, ടീച്ചറിന് മുന്നൊരുക്കം വേണ്ടി വന്നോ എന്നുള്ളത്. വരയരങ്ങ്, കഥ പറയൽ. അടുത്ത പ്രവർത്തനത്തിന്റെ പേര്. അപ്പൊ വിവിധ പ്രതലങ്ങളിൽ വരച്ച് നിറം നൽകുക എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതുമായി ബന്ധപ്പെട്ടതാണ് ഈ പഠന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ചിത്രങ്ങൾ സ്വന്തമായ നിലയിൽ വ്യാഖ്യാനിക്കുക. കേട്ട കഥകൾ ആശയക്രമീകരണം പാലിച്ച് ഭാവാത്മകമായി അവതരിപ്പിക്കുക. 30 മിനിറ്റ് ആണ്. ക്രയോൺസ്, പെൻസിലും A4 ഷീറ്റുമാണ് വേണ്ടത്. പ്രക്രിയ വിശദാംശങ്ങള്. നല്ല പഴങ്ങൾ, പറവകൾ അവയും കൊത്തിയെടുത്ത് 4 പാടും പറന്നു.
നല്ല പഴങ്ങൾ. പറവകൾ അവയും കൊത്തിയെടുത്ത് നാലുപാടും പറന്നു. ഉയരത്തിൽ പറന്ന ഒരു മഞ്ഞക്കിളിയുടെ ചുണ്ടിൽ നിന്ന് ഒരു തുടുത്ത പഴം താഴേക്ക് വീണു. അത് മരക്കൊമ്പിൽ തട്ടി പൊട്ടിച്ചിതറി. വിത്തുകൾ നാലുപാടും ചിതറിത്തെറിച്ചു. ആ കുഞ്ഞു വിത്ത് ഉരുണ്ടുരുണ്ട് പോയി. ഉരുണ്ടുരുണ്ട് അത് പൂത്തുനിന്ന ഒരു മരത്തിൽ ചെന്നിടിച്ച് മലർന്നു. പാവം വിത്ത് കിടന്ന കിടപ്പിൽ മേലേക്ക് നോക്കി. ഹായ്, എന്ത് രസം! നിറയെ പൂവുകൾ, പൂപ്പന്തൽ, എത്ര മനോഹരം! ഞാനും ഇതുപോലെ പൂക്കും. കുഞ്ഞു വിത്ത് മോഹിച്ചു. അപ്പോൾ ഇല പാറി വന്ന് കുഞ്ഞു വിത്തിനെ പുതപ്പിച്ചു. കുഞ്ഞു വിത്തിന് ഉറക്കം വന്നു. അത് ഉറങ്ങി. കുർ കുർ കുർ. കുറുക്കം വലിച്ചുറങ്ങി. ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിറയെ പൂക്കളുള്ള മരം. അത് ഉറങ്ങി. ഇങ്ങനെ കഥ പറയുന്നു. ഇങ്ങനെയല്ല, കുറച്ചുകൂടി നന്നായിട്ട് കഥ പറയുന്നു. നിങ്ങൾക്ക് ഇതൊക്കെ മതിയല്ലേ? ഭാവാത്മകമായി കഥ പറയൽ. ഈ ഭാഗം കേട്ടതിന് ശേഷം കുട്ടികൾ ഇഷ്ടമുള്ള ഒരു രംഗത്തിന്റെ ചിത്രീകരണം നടത്തണം. വിത്ത് ഉരുണ്ട് വരുന്നതാകാം, വിത്ത് ഉറങ്ങുന്നതാകാം, അല്ലേ? ഹായ്, എന്ത് രസം എന്ന് പറഞ്ഞ് ആ മരത്തെ നോക്കി വിത്ത് പറയുന്നതാകാം, എന്ത് വേണമെങ്കിലും ആകാം, അല്ലേ? ഇത് കുട്ടികളെ എന്ത് ചെയ്യുന്നു? ഈ ഭാഗം കേട്ടതിന് ശേഷം കുട്ടികൾ ഇഷ്ടമുള്ള ഒരു രംഗത്തിന്റെ ചിത്രീകരണം നടത്തുന്നു. നടത്തിയ ശേഷം എന്ത് ചെയ്യണം? ആ ചിത്രീകരണത്തിന് നിറം നൽകണം. ചിത്ര പ്രദർശനം നടത്തണം. പരസ്പരം വിലയിരുത്തലും ചെയ്യണം. പ്രതീക്ഷിത ഉൽപ്പന്നം കുട്ടികൾ വരച്ച ചിത്രമാണ്. കണ്ണും തെള്ളി നിൽക്കുന്ന വിത്തോ ഉരുണ്ടു പോകുന്ന വിത്തിനെ നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? വിത്ത് ഇങ്ങനെ പല പ്രാവശ്യം പോകുന്നതിന് നമ്മളിങ്ങനെ ചാടുന്നതിനൊക്കെ ആരോ മാർക്കൊക്കെ ഇട്ട് വരയ്ക്കത്തില്ലയോ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെ റാ പോലെ ആരോ മാർക്ക് ഇങ്ങനെ ഇട്ടിട്ട് വരയ്ക്കും. ഇവിടെ ഇങ്ങനെ വിത്ത്, ഇവിടെ വന്നിട്ട് വീണ്ടും വിത്ത് ഇങ്ങനെ പോവുക. എങ്ങനെയൊക്കെ വരയ്ക്കും പിള്ളേര്. ആ ഒരു രീതിയിൽ ഒക്കെ. അല്ലെങ്കിൽ മേലോട്ട് നോക്കിയിരിക്കുന്നു, അവിടെ മരം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. ഈ ചിത്രമൊക്കെ വരയ്ക്കാം കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ രീതിയിൽ. കുട്ടികൾ ചിത്രം വരയ്ക്കുമ്പോൾ അത് ഡാവിഞ്ചിയുടെ ചിത്രമാണെന്നുള്ള രീതിയിൽ വിലയിരുത്തുന്ന അധ്യാപകരെയും കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ല വേണ്ടത്, അല്ലേ? അവരുടെ ശേഷി അനുസരിച്ച് വേണം നമ്മൾ വിലയിരുത്താൻ, ആ കുട്ടിയുടെ പ്രായം അതിനനുസരിച്ച്. സ്വതന്ത്ര ചിത്രരചനയിൽ കുട്ടികൾ വ്യത്യസ്തമായി ചിന്തിച്ചത് പ്രതിഫലിക്കുന്നുണ്ടോ? ഓരോ കുട്ടിയെയും അംഗീകരിക്കുന്നതിനായി ചിത്രത്തിലെ എന്തെങ്കിലും സവിശേഷത ഉയർത്തിക്കാട്ടാൻ ടീച്ചർ ശ്രമിച്ചുവോ? ക്രയോൺസ് ഉപയോഗിച്ച് മുമ്പ് വരച്ചപ്പോൾ സഹായം ലഭിച്ച കുട്ടികളിൽ പുരോഗതി ദൃശ്യമായോ? അപ്പൊ ഇതെല്ലാം നമ്മൾ വീണ്ടും വിലയിരുത്തൽ ചെയ്യുകയാണ്. മുമ്പ് നമ്മൾ വിലയിരുത്തിയപ്പോൾ ഒരു കുട്ടി ക്രയോൺസ് ഉപയോഗിച്ച് നന്നായി വരയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം വന്നപ്പോൾ അവൻ പുരോഗമിച്ചോ എന്നുള്ള ചോദ്യങ്ങൾ, അല്ലേ? ഇതൊക്കെയാണ് വിലയിരുത്തേണ്ടത്. ഇങ്ങനെയാണ് വിലയിരുത്തൽ നടത്തേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങളിൽ ഇപ്പൊ എന്ത് മാറ്റമാണ് വന്നത്? പൂക്കൾ കൈമാറ്റക്കളി. ശരീരാവയവങ്ങളുടെ ഏകോപനം ആവശ്യമുള്ള പ്രവർത്തനത്തിൽ നടത്തുന്നതിന് കഴിവ് നേടുന്നു. പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന് കഴിവ് നേടുന്നു എന്നാകും ഉദ്ദേശിച്ചത്. അടിസ്ഥാന ചലന നൈപുണികൾ വികസിപ്പിക്കുന്നതിനുള്ള ബഹുവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനുള്ള കഴിവ് നേടുന്നു. 30 മിനിറ്റാണ്. 5 ചെമ്പരത്തി പൂക്കളാണ് ആവശ്യം. കുട്ടികളെ തുല്യ എണ്ണമുള്ള 5 ഗ്രൂപ്പുകളാക്കുന്നു. കൈ നീട്ടിയാൽ തൊടാത്ത അകലത്തിൽ ഓരോ ഗ്രൂപ്പും വരിവരിയായി നിൽക്കുന്നു. 5 വരകളുടെയും വലത്തെ അറ്റത്ത് ഓരോ ചെമ്പരത്തി പൂ വീതം വെക്കണം. വിസിൽ അടിക്കുമ്പോൾ പൂവിനടുത്ത് നിൽക്കുന്ന ആള് പൂവെടുത്ത് ഗ്രൂപ്പിലെ തൊട്ടടുത്തുള്ള ആൾക്ക് ഉയർത്തി കൊടുക്കണം. ആ പൂവ് താഴെ വീഴാതെ പിടിച്ച് അടുത്തയാൾക്ക് കൊടുക്കണം. ഇങ്ങനെ കൈമാറി അവസാനത്തെ ആൾക്ക് കിട്ടുകയും ആ ആൾ അതുമായി ഓടിച്ചെന്ന് പൂക്കൂടയിൽ വെക്കുകയും വേണം. മുന്നിലെ പൂക്കൂടയിൽ വെച്ച ഗ്രൂപ്പ് ജേതാക്കൾ. പൂക്കൾ ഉയർത്തി അടുത്ത ആൾക്ക് ഇട്ടു കൊടുക്കുന്നതിന് റിഹേഴ്സൽ നടത്താവുന്നതാണ്. പൂക്കൾ പിടിക്കാനാകാതെ എപ്പോഴും താഴെ വീണാലും അതെടുത്ത് ആദ്യം ഇട്ടയാൾക്ക് കൊടുക്കണം. അത് ആദ്യം പൂർത്തീകരിച്ചാലും മറ്റു ഗ്രൂപ്പുകൾ കളി പൂർത്തിയാക്കണം. കളി തുടരാം. ഈ ഒരു രീതിയിൽ അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ക്ലാസ്സിൽ നടത്തണം കേട്ടോ. ഈ ഒരു നിർദ്ദേശങ്ങൾ. പ്രതീക്ഷിത ഉൽപ്പന്നം കളിയുടെ വീഡിയോ ആണ്. എല്ലാവരുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്ന തരത്തിലായിരിക്കണം ആ വീഡിയോ, അല്ലെ? എല്ലാ കുട്ടിയും പങ്കെടുത്തു. ഇനി വിലയിരുത്തൽ എന്തൊക്കെ ചെയ്യാം? എത്ര പേർക്ക് പൂക്കൾ താഴെ വീഴാതെ പിടിക്കാനായി? അതായത് കണ്ണും മനസ്സും കൈയും എല്ലാം ഒന്നിച്ച് നിൽക്കണം അതിന്, അല്ലേ? ആദ്യം നിൽക്കുന്ന ഗ്രൂപ്പ് അംഗത്തിന് 1-ാം റൗണ്ടിൽ പൂക്കൾ താഴെ വീഴാതെ പിടിക്കുന്നതിന് അവസരമില്ല. എപ്പോഴാണ് അവസരം ഒരുക്കിയത്? അതായത് ആദ്യം നിൽക്കുന്ന ആൾക്ക് പിടിക്കാനുള്ള അവസരമില്ല, അല്ലേ? താഴെ വീഴാതെ പിടിക്കാനുള്ള അവസരമില്ല. അപ്പൊ അയാളെ അടുത്ത റൗണ്ടിൽ മാറ്റി നിർത്തേണ്ടതല്ലേ? പൂക്കൂട എത്ര ദൂരത്ത് വെച്ചാൽ വേഗത്തിൽ ഓടുക എന്നതിന് അവസരം കിട്ടും. കൂടുതൽ ഉയർത്തിയിട്ടും കുട്ടികൾ കൂടുതൽ അകന്നു നിന്ന് കളിച്ചപ്പോൾ എന്തായിരുന്നു ഫലം? ഇതൊക്കെ നിരീക്ഷിക്കണം.
രണ്ടാം ദിവസം റോൾ പ്ലേ ആണ്. വായിച്ച കഥയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ റോൾ പ്ലേയിലൂടെ അവതരിപ്പിക്കുന്നു. കുഞ്ഞുവിത്ത് നല്ല ഉറക്കത്തിലാണെന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. കുഞ്ഞുവിത്തെ ഉണരൂ ഉണരൂ, മരത്തിന്റെ വേരുകൾ വിളിച്ചു. കുർ 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 കുർ. കുഞ്ഞുവിത്ത് ഉറക്കം തന്നെ ഉറക്കം. കുഞ്ഞുവിത്തെ ഉണരൂ ഉണരൂ. ഒരു കുഞ്ഞു മഴത്തുള്ളി കുഞ്ഞുവിത്തിനെ തൊട്ടു വിളിച്ചു. കുഞ്ഞുവിത്ത് കുർ കുർ നിർത്തി കണ്ണു തുറന്നു. വേഗം വളര്, പൂവിടണ്ടേ? മണ്ണ് ചോദിച്ചു. ഓ, ഞാൻ വേഗം വളരാൻ പോവുകയാ. കുഞ്ഞുവിത്ത് ഉഷാറായി. അത് മണ്ണിന് മുകളിൽ തലയുയർത്തി. നീലാകാശം, പച്ചപ്പ്, കിളിപ്പാട്ടുകൾ, കാറ്റിന്റെ നൃത്തത്തിനൊത്ത് താളം പിടിക്കുന്ന ഇലകളും മരങ്ങളും, ആകപ്പാടെ നല്ല രസം. അപ്പോഴാണ് അതുവഴി ഒരു തുമ്പിയും മണ്ണിരയും വന്നത്. താഴെ കരിയിലകൾക്കിടയിൽ ഒരു പച്ച തല. തുമ്പി മണ്ണിരയോട് ചോദിച്ചു, അതാരാ? മറുപടി കിട്ടിയില്ല. തുമ്പി വീണ്ടും ചോദിച്ചു, ആരാ അത്? മണ്ണിരയ്ക്ക് സംശയം. മണ്ണിര ചോദിച്ചു, നീ ആരാ? കുഞ്ഞുവിത്ത് രണ്ട് ഇലകൾ വിടർത്തി പറഞ്ഞു, അഭിമാനത്തോടെ പറഞ്ഞു, ഞാൻ ചെടി. വളർന്ന് ഞാൻ പൂവിടും. ആഹാ, കൊള്ളാമല്ലോ. എന്നാൽ നിന്റെ ചുറ്റുമുള്ള മണ്ണ് ഞാൻ ഇളക്കിത്തരാം. വേഗം വളര്, മണ്ണിര പറഞ്ഞു. തുമ്പി പറന്നു വന്ന് കുഞ്ഞു ചെടിയോട് പതുക്കെ ചോദിച്ചു, പൂവിടുമ്പോൾ എനിക്കൊരു പൂവ് തരാമോ? തീർച്ചയായും, കുഞ്ഞു ചെടി പറഞ്ഞു. ബൈ. തുമ്പി പറന്നുപോയി. ബൈ ബൈ, കുഞ്ഞു ചെടി വിളിച്ചു പറഞ്ഞു. ഈ ഭാഗം ഭാവാത്മകമായി അവതരിപ്പിക്കണം. മുഴുവൻ സംഭവങ്ങളും ഭാവാത്മകമായി വീണ്ടും അവതരിപ്പിക്കുന്നു. രണ്ടാം അവതരണത്തിൽ എല്ലാവരും കുഞ്ഞുവിത്ത്, കൂർക്കം വലിച്ചുറങ്ങൽ, ഉണരൽ, ചുറ്റുമുള്ളവ കാണൽ, ഇവയുടെ അഭിനയം ഇതിനകത്ത് ഏർപ്പെടണം കേട്ടോ. അത് കഴിഞ്ഞ് റോൾ പ്ലേ, സന്ദർഭം പറയുന്നു. റോളുകൾ തുമ്പി, മണ്ണിര, കുഞ്ഞുചെടി. മറ്റ് കഥാപാത്രങ്ങളും ആകാം, അത് കുട്ടികൾ തീരുമാനിക്കട്ടെ. ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നു. പ്രതീക്ഷിത ഉൽപ്പന്നം റോൾ പ്ലേ ഡിജിറ്റൽ പോർട്ട്ഫോളിയോ എന്നുള്ളതാണ്. ഇപ്പൊ പോർട്ട്ഫോളിയോയുടെ മാറ്റമാണ് ഡിജിറ്റൽ പോർട്ട്ഫോളിയോ അല്ലേ? അത് നിങ്ങൾക്ക് അറിയാം, അത് പറഞ്ഞാൽ മതി. വിലയിരുത്തൽ, റോൾ പ്ലേ നടത്തിയപ്പോൾ ഭാവം ഉൾക്കൊണ്ടായിരുന്നോ സംഭാഷണം? സംഭവങ്ങൾ ക്രമമായി അവതരിപ്പിച്ചു. ഇവിടെ കുഞ്ഞുങ്ങള് മണ്ണിരയെ കുറിച്ച് പഠിക്കുന്നു. മണ്ണിരയെ ഇതുവരെ കാണാത്ത പിള്ളേര് പോലും ഉണ്ടാവും അല്ലെ? മണ്ണിര എന്താണ്, അതിന്റെ ധർമ്മം എന്താണ്, ഓരോ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മം ഉണ്ടെന്നും ഒക്കെ കുട്ടി അവിടെ അറിയുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് തുമ്പി പൂവ് തരുമോ എന്ന് ചോദിച്ചത് എന്നുള്ള കാര്യത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആശയത്തിലേക്ക് പോകാൻ പറ്റും. റോൾ പ്ലേ പരസ്പരം വിലയിരുത്തി സംസാരിക്കാൻ അവസരം നൽകിയോ? ഭാവന ഉപയോഗിച്ച് റോൾ പ്ലേയിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തിയവരുണ്ടോ? എല്ലാവർക്കും പങ്കാളിത്തം ലഭിക്കാനായി സ്വീകരിച്ച തന്ത്രം എന്തായിരുന്നു? അഭിനയ സാധ്യതയെ പ്രയോജനപ്പെടുത്തിയവരാരല്ല? ഗ്രൂപ്പ് പ്രവർത്തനം നടക്കുമ്പോൾ മോണിറ്റർ ചെയ്തുവോ? ടീച്ചറുടെ ഏകാഭിനയത്തിന് സാധ്യത ഉണ്ടായിരുന്നോ? ഇതൊക്കെ വിലയിരുത്തണം. അടുത്തത് വളരുന്ന ചെടി എന്ന പ്രവർത്തനമാണ്. ബാക്കി ഭാഗങ്ങള് കുറച്ചുകൂടി ഉണ്ട്, കുറച്ചല്ല കുറച്ചധികമുണ്ട്. വളരുന്ന ചെടി മുതല് നമ്മളിപ്പോ രണ്ടാം ദിവസം ആയിട്ടേ ഉള്ളൂ. മൂന്നാം ദിവസം അടുത്ത പാഠം എപ്പോഴാ വരുന്നേന്ന് നോക്കട്ടെ. നോക്കിക്കേ, പറവകൾ പാറി പഠിപ്പിക്കേണ്ടത് ജൂൺ മാസത്തില്. ജൂലൈയില് പൂവ് ചിരിച്ചുവും ആർപ്പോയിറോയും. ഇത് നമ്മുടെ സ്കീം ഓഫ് വർക്ക് ആണ് കേട്ടോ. അപ്പം നമ്മൾ പുസ്തകം കാണുമ്പോൾ അത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തീർക്കാനുണ്ട്. പക്ഷെ ബാക്കി എല്ലാം കിടക്കുന്നത് എവിടെയാണ്? ഹാൻഡ് ബുക്കിലാണ്. മുമ്പ് ഹാൻഡ് ബുക്കിനകത്തും പുസ്തകത്തിനകത്തും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഹാൻഡ് ബുക്ക് മുമ്പും വലുത് തന്നെ, പക്ഷെ ഇത്രത്തോളം ഒരു വലിപ്പച്ചെറുപ്പം നമുക്ക് ദൃശ്യമായിട്ടില്ല അല്ലെ? ഒരുപാട് പ്രവർത്തനങ്ങൾ കുത്തി നിറച്ച ഒരു പുസ്തകമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് 1ാം ക്ലാസ്സിന്റെ പുസ്തകം നല്ലതായിരുന്നു. പക്ഷേ അതിനേക്കാൾ എത്രയോ മനോഹരമായിട്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. കാര്യങ്ങൾ വ്യക്തമായി ചെറിയ വരികളിൽ കൊടുത്തിട്ട് ബാക്കിയൊക്കെ കുട്ടികളുടെ പഠനഭാരം, ബാഗിന്റെ ഭാരമൊക്കെ കുറയ്ക്കണം എന്ന് പറയുന്നതല്ലാതെ അതൊന്ന് ചെയ്ത് കാണാനൊക്കെ ഇപ്പോഴാണ് സാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കുട്ടികൾ ആസ്വദിച്ച് ഓരോ ദിവസവും ചെയ്യാണ് അല്ലെ? ഓരോ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ നമ്മള് രണ്ടാം ദിവസം ആയിട്ടേ ഉള്ളൂ എന്ന് ഓർക്കുക. ബാക്കി കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട്, നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്യണേ.
നമ്മളിവിടെ രണ്ടാം ദിവസത്തില് നമ്മളിപ്പോ ആ കുഞ്ഞു കഥ പറഞ്ഞിരുന്നു അല്ലെ, ഡിജിറ്റൽ പോർട്ട്ഫോളിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് എവിടെ മുതലാണ് നമുക്ക് നോക്കേണ്ടത്? നോക്കിക്കേ, പ്രവർത്തനത്തിന്റെ പേര് വളരുന്ന ചെടി. അതൊരു എഴുത്ത് പ്രവർത്തനമാണ്. അംഗീകൃത രീതിയിൽ അക്ഷരങ്ങളുടെ വലിപ്പം, ഘടന, ആലേഖനക്രമം ഇതൊക്കെ പാലിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് താഴേക്ക് വരുന്നത്. പ്രക്രിയ വിശദാംശം നോക്കിക്കുക. റോൾ പ്ലേക്ക് ശേഷമാണ് രൂപീകരണ പടവുമായി ബന്ധപ്പെട്ട എഴുത്ത് പ്രവർത്തന പുസ്തകത്തിൽ നടത്തേണ്ടത്. ഈ രംഗത്തിൽ സംഭാഷണം പറയിച്ച ശേഷം സചിത്ര പ്രവർത്തന പുസ്തകത്തിൽ പ്രവർത്തനം ചെയ്യിക്കണം. തുമ്പി മണ്ണിരയോട് ചോദിച്ചത് എന്താ, അതാരാ എന്ന സാധനമാണല്ലോ. അപ്പൊ അതാരാ എന്നുള്ളത് അത് ലേഖന പ്രക്രിയയാണ്. ചാർട്ട് എഴുത്ത് മുതൽ തെളിവെടുത്തെഴുത്ത് വരെ ആ രാ എന്നിവയുടെ ഘടന വ്യക്തമാക്കണം. ചാർട്ട് എഴുത്ത് മുതൽ എഴുത്ത് വരെ, അതായത് ചാർട്ടിൽ നമ്മൾ എഴുതുമ്പോൾ കുട്ടികളെ കൊണ്ട് തന്നെ ആദ്യം റായുടെ പകുതി ഭാഗം, പിന്നെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് ഓരോ ഭാഗവും പറഞ്ഞ് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ആദ്യം പഠിപ്പിക്കാതെ ചെറിയ അക്ഷരങ്ങൾ പഠിപ്പിച്ച് തുടങ്ങുന്നത്. പിന്നീട് എഴുതി കഴിഞ്ഞാൽ എഴുതാൻ എളുപ്പമാണ്. ലാഗത്തുനിന്ന് ഇങ്ങോട്ട് തുമ്പിക്കൈ പോലെ ഇങ്ങ് വന്നാൽ മതി. അപ്പൊ അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഓരോ അവസരവും പറഞ്ഞ് ഓരോ അക്ഷരം എഴുതുമ്പോൾ നിർദ്ദേശങ്ങൾ കൊടുത്ത് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുന്നു. മറുപടി കിട്ടാതായപ്പോ വീണ്ടും ചോദിച്ചത് എന്താ, ആരാ അത് അല്ലേ? അത് ആരാന്നുള്ളത് ആരാ അത് ആരാ അത് എന്നായിട്ട് മാറി. എല്ലാ അക്ഷരങ്ങളും ഒരേ അക്ഷരങ്ങൾ തന്നെയാണ്. വീണ്ടും നീ ആരാ, നായൊക്കെ അവർ പഠിച്ച അക്ഷരമാണ്. നീ ആരാ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ചാർട്ടെഴുത്ത് മുതൽ തെളിവെടുത്തെഴുത്ത് വരെ രാ തെളിവെടുത്തെഴുത്ത്. മണ്ണിര എന്താ ചോദിച്ചത്, അങ്ങനെ ഇവിടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചാർട്ട് എഴുത്ത് 3 മിനിറ്റ് വീതം ഓരോരോ വാക്യങ്ങളായി എഴുതി അതിന്റെ തുടർലേഖന പ്രക്രിയകളെല്ലാം പാലിച്ച് കുട്ടികൾ എല്ലാവരും എഴുതിയെന്ന് ഉറപ്പാക്കിയ ശേഷം അടുത്ത വാക്യം എന്ന രീതി സ്വീകരിക്കണം. ചാർട്ടിൽ എഴുതുമ്പോൾ ഘടന പറയേണ്ടതില്ല, വാക്കകലത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. വാക്കിലെ ഓരോ അക്ഷരവും വ്യക്തമാകും വിധം ശരിയായ രീതിയിൽ ഉച്ചരിക്കുകയും പിന്നെ കൂട്ടിച്ചേർത്ത് വാക്ക് പറയുകയും ചെയ്യുന്ന രീതിയിലാണ് വാക്യം എഴുത്ത്. നമ്മൾ അക്ഷരം എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പറയുന്നുണ്ട് അക്ഷരം ഏത് രീതിയിലാണ്. പിന്നെ അടുത്ത ഘട്ടം വരുമ്പോൾ അത് അക്ഷരം എഴുതുന്ന രീതി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അകലത്തിന്റെ കാര്യം സൂചിപ്പിക്കണം. കുട്ടികൾ മറന്നുപോകും. അവര് ഒരുപാട് ദൂരെയൊക്കെ വാക്കുകൾ തമ്മിലുള്ള അക്ഷരങ്ങൾ തമ്മിലുള്ള അകലം കൂട്ടിയും കുറച്ചും എല്ലാം എഴുതാറുണ്ട്. ബോർഡിൽ എഴുത്ത്, ചാർട്ടിൽ എഴുതി വാക്യം ബുക്കിൽ എഴുതുന്നതിന് ആവശ്യബോധം സൃഷ്ടിച്ച ശേഷം അതിലെ ഓരോരോ വാക്കുകളും ബോർഡിൽ ഘടന പാലിച്ച് പറയണം. തുടർന്ന് ആ വാക്കിലെ പുതിയതായി പരിചയപ്പെടുത്തുന്ന അക്ഷരം ഘടന വ്യക്തമാക്കി പറഞ്ഞ് എഴുതണം. ഇത് 2 or 3 തവണ ആവർത്തിക്കാം. അത് ആരാ അല്ലെ, ഘടന വ്യക്തമാക്കേണ്ട അക്ഷരങ്ങൾ ഞാൻ ചെടി എന്നുള്ളതിനകത്ത് ഈ അക്ഷരങ്ങൾ ഘടന വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ചിഹ്നങ്ങൾ എ എന്നിവയുടെ ചിഹ്നങ്ങൾ ഇടതുവശത്തിരിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർ എഴുതുന്നത് കാണാനാകുമോ എന്ന് നോക്കണം കേട്ടോ. ഇനിയെങ്കിലും നോക്കണേ അത്. കാര്യം ഹാൻഡ് ബുക്കിൽ എപ്പോഴും അത് പറയുന്നുണ്ട്. സചിത്ര പുസ്തകത്തിൽ എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാര് എന്ന് 1ാം തവണ നോക്കി എഴുതിയ ശേഷം 2ാം തവണ ആരായത് എന്ന് തെളിവെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒരു തവണ നോക്കണം, പിന്നെ രണ്ടാമത് അത് നോക്കി ആരാ അത്. ഘടന ഒന്ന് മാറി, പക്ഷെ നോക്കി തെളിവെടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. വാക്കകലവും ശ്രദ്ധിക്കണം. അക്ഷരം തമ്മിൽ ചേർന്ന് പോകാതെ നോക്കുകയും വേണം. എന്നിവയുടെ വ്യത്യാസം പരിഗണിച്ചു എന്ന് ഉറപ്പാക്കണം. എഴുതിയവർക്ക് ഓരോ വാക്കിനും ശരി അടയാളം നൽകുക. തത്സമയ വിലയിരുത്തൽ. ടീച്ചർ എല്ലാവരുടെയും നോട്ട്ബുക്ക് വിലയിരുത്തുന്നു. ശരിയായി എഴുതിയ ഓരോരുത്തർക്കും ഓരോ അക്ഷരത്തിനും ശരി അടയാളം നൽകണം. കൂടുതൽ പേർക്ക് എഴുതാൻ വിഷമമുണ്ടെങ്കിൽ പൊതുവിൽ ഒന്നുകൂടി ബോർഡിൽ എഴുതി കാണിക്കുന്നു. അത് ആരാ ഘടന പാലിച്ച് ഉറക്കെ പറഞ്ഞ് വടിവിൽ എഴുതി വീണ്ടും എഴുതാനുള്ള അവസരമൊക്കെ കൊടുക്കണമെന്ന്. പിന്തുണാ ബുക്കിൽ എഴുത്ത്. പ്രയാസം അനുഭവിക്കുകയോ, പിന്തുണാ ബുക്ക് എന്താണ്? കുട്ടികൾക്ക് പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബുക്കും കൂടി, നമ്മുടെ നോട്ട് ബുക്ക് സചിത്ര ബുക്കിന് പകരം ഉള്ള ഒരു ബുക്കാണ്. പകരമല്ല, സചിത്ര ബുക്കിനോടൊപ്പം കുട്ടികൾക്ക് ഒരു പിന്തുണാ ബുക്ക്. അതിനകത്ത് നമ്മൾ ഈ ആവർത്തിച്ചെഴുതാനോ ഒക്കെ, ആവർത്തിച്ചെഴുതുക മീൻസ് നമ്മൾ ഈ സചിത്ര ബുക്കിനകത്തൊക്കെ എഴുതിയ വാക്കുകൾ ഒന്നുകൂടി അവർക്കിപ്പോൾ എഴുതാൻ ബുദ്ധിമുട്ട് വന്നാൽ ആ ബുക്കിനകത്തേക്ക്, സചിത്ര ബുക്കിൽ ഒരിക്കലും ആവർത്തന എഴുത്തുകളൊന്നും വരുന്നില്ല. അപ്പൊ അവർക്കൊന്നുകൂടി എഴുതി നോക്കാനൊക്കെയുള്ള ഒരു ബുക്കാണ് പിന്തുണാ ബുക്ക്.
പ്രയാസം അനുഭവപ്പെടുകയോ ഘടന ശരിയാകാതെയോ വാക്കുകളും പാലിക്കാതിരിക്കുകയോ വടിവിൽ ആ ആ ഞാ ചേ എന്നിവ എഴുതാതിരിക്കുകയോ ചെയ്യുന്നവരുടെ അടുത്ത് ടീച്ചർ പിന്തുണാ ബുക്കുമായി ചെന്ന് കുട്ടികൾക്ക് നേരെ കാണും വിധത്തിൽ വടിവിൽ ഘടന പറഞ്ഞ് ഹൈലൈറ്റർ പേന ഉപയോഗിച്ച് എഴുതി കാണിക്കുന്നു. അടുത്ത് ചെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടി വ്യക്തമാവും അല്ലെ. കുട്ടി എഴുതിയത് മാറ്റി എഴുതാൻ ബുക്കിൽ ആദ്യം എഴുതിയതിന്റെ മുകളിൽ ഒരു വെട്ട് കൊടുത്ത് തൊട്ടു താഴെ മുകളിൽ മാറ്റി എഴുതാൻ പറയുന്നു. കുട്ടി ശരിയായി എഴുതി കഴിഞ്ഞാൽ ശരി അടയാളം അംഗീകാര മുദ്ര നൽകണം. ഈ വാക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കണേ, അംഗീകാര മുദ്ര നൽകണമെന്നൊക്കെ. എഴുത്ത് പൂർത്തീകരിച്ച് ശരി അടയാളം കിട്ടിയ കുട്ടികൾ വെറുതെ ഇരിക്കാൻ പാടില്ല. പിന്തുണാ ബുക്കിൽ എഴുതുന്ന നേരം അവർക്ക് ഇലകൾക്കും പൂവിനും നിറം നൽകാനുള്ള നിർദ്ദേശം നൽകാം. ബോർഡിലെ കട്ടിക്കെഴുത്ത് മുറിച്ചോക്ക് ചരിച്ചു പിടിച്ച് ബോർഡിൽ ടീച്ചർ കട്ടിയായി ആ ആ എന്നീ അക്ഷരങ്ങൾ എഴുതുന്നു. പ്രശ്നമുള്ള കുട്ടികൾ വന്ന് ആ അക്ഷരങ്ങളുടെ മുകളിലൂടെ മറ്റൊരു നിറമുള്ള ചോക്ക് വെച്ച് എഴുതുന്നു. തുടർന്ന് അതേ അക്ഷരം ബോർഡിൽ മറ്റൊരിടത്തും കുട്ടി എഴുതുന്നു. രാ, എയുടെ ചിഹ്നം ഇവ മാറിപ്പോകുന്ന കുട്ടികൾ ആരാ, ചെടി എന്നീ വാക്കുകൾ കട്ടിക്കെഴുത്തിന്റെ മുകളിലൂടെയാണ് എഴുതേണ്ടത്. നിങ്ങൾ ഈ ടേമുകൾ വ്യക്തമായി നോക്കി വെക്കുക. പിന്തുണാ ബുക്ക്, കട്ടിക്കെഴുത്ത് തുടങ്ങിയ കാര്യങ്ങൾ. അമ്പടയാളത്തിലൂടെ വിരലോടിക്കലാണ് അടുത്തത്. അതായത് ആ ഞാ എന്നീ അക്ഷരങ്ങളുടെ എഴുത്ത് രീതി ബോധ്യപ്പെടുത്താനായി അമ്പടയാളം ഇട്ട അക്ഷരത്തിലൂടെ എഴുതൽ. അതായത് എങ്ങോട്ടാണ് ആദ്യം പോകേണ്ടത്, ഇങ്ങനെ ചിഹ്നങ്ങൾ കാണിച്ച് നമ്മൾ റൂട്ട് കാണിച്ച് എഴുതുന്ന ഒരു രീതിയിലേ മനസ്സിൽ വന്നു കാണും. അതായത് നമ്മൾ എഴുതി പഠിക്കുന്ന ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് വാങ്ങി കൊടുത്തിട്ടില്ലേ, ആ പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. കുത്തുകളിലൂടെ അക്ഷരഘടന യോജിപ്പിക്കൽ, അക്ഷരത്തിന്റെ ഉള്ളിലൂടെ 2 ലെയറുള്ള അക്ഷര ഫ്രെയിമിലൂടെ പല നിറത്തിലുള്ള സ്കെച്ച് പേന ഉപയോഗിച്ച് എഴുതിപ്പിക്കൽ. ഇതൊക്കെയാണ് അടുത്ത പ്രയാസം അനുഭവപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി പറഞ്ഞത്. ഇതെല്ലാം നോക്കി വെച്ചിരിക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു കുട്ടിക്ക് അക്ഷരം എഴുതുന്നതിൽ പ്രയാസം അനുഭവപ്പെട്ടു, നിങ്ങൾ അത് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ മാർഗം സ്വീകരിക്കും. പിന്തുണാ ബുക്കിൽ കുട്ടികൾക്ക് എഴുതാൻ ഹൈലൈറ്റർ ഒക്കെ വെച്ചിട്ട് കാണിച്ചു കൊടുക്കും. എന്നിട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിക്കെഴുത്തിനുള്ള അവസരം കൊടുക്കും. അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അമ്പടയാളത്തിലൂടെ വിരലോടിക്കൽ എന്ന പ്രവർത്തനത്തിന് സമയം കൊടുക്കും. അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഇതെല്ലാം നോക്കിയിട്ടുള്ളവരാണ്, നമുക്കറിയാമെന്ന്. ഒത്തെഴുത്ത്, ടീച്ചർ കുട്ടിയുടെ കൈ പിടിച്ചെഴുതൽ, ഇത് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം പറയാറുണ്ട്. അതായത് ആദ്യം അക്ഷരം എഴുതിപ്പിക്കുമ്പോൾ ആദ്യമേ തന്നെ പിടിച്ചങ്ങ് എഴുതിപ്പിക്കും, അത് ചെയ്യരുത്. ഇതൊന്നും നടക്കാത്തപ്പോഴാണ് നമ്മൾ ഒത്തെഴുത്ത് എന്ന കാര്യം ഏറ്റെടുത്തത്. അടുത്തത് ടീച്ചർ കുട്ടിയുടെ നോട്ട് ബുക്കിൽ എഴുതി കൊടുക്കൽ. ഏറ്റവും ഒടുവിലാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഒന്നുകൂടിയൊക്കെ എഴുതാനുള്ള അവസരം കൊടുക്കലാകാം. ഇനി തെളിവെടുത്തെഴുതൽ, 1-ാം വാക്യത്തിൽ നിന്ന് തെളിവായി എടുക്കുക. ആരാ, തെളിവെടുത്തെഴുതുന്ന ഓരോ സന്ദർഭത്തിലും സ്റ്റാർ നൽകണം. പ്രതീക്ഷിത ഉൽപ്പന്നം സചിത്ര പ്രവർത്തന പുസ്തകത്തിലെ രേഖപ്പെടുത്തലുകളാണ്. വിലയിരുത്തലുകൾ, ശരിയായി എഴുതിയ ഓരോ വാക്കിനും ശരിയടയാളം നൽകിയോ, പിന്തുണാ നടത്തം പ്രയോജനപ്രദമായോ, തെളിവെടുത്തെഴുതുന്നതിന് എത്ര കുട്ടികൾക്ക് കഴിഞ്ഞു, മുൻ ദിവസത്തെ ചാർട്ട് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്. ഇവിടെയൊക്കെ അധ്യാപിക സ്വയം വിലയിരുത്തൽ നടത്തുകയാണ്. ഇന്നിവിടെ നിൽക്കട്ടെ. അതായത് പേജ് നമ്പർ 54 നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം ഒന്നിച്ച് ഒരുപാടായാലും നിങ്ങൾക്കും പറ്റില്ല, എനിക്കും പറയാൻ ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട്. അപ്പൊ ഇവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നോക്കാം. ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമൻറ്റുകളിലൂടെ അത് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് പെയ്ഡ് ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയമെടുത്ത് പുസ്തകങ്ങൾ ഇങ്ങനെ വിലയിരുത്തുന്നത്. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ പ്രോത്സാഹനം നിങ്ങളുടെ കമൻറ്റുകളായിട്ട് അതുപോലെ ലൈക്കായിട്ടും ഒക്കെ വരുമ്പോഴാണ് എനിക്കൊരു സന്തോഷം, വീണ്ടും ഇതൊക്കെ ചെയ്യാനൊരു സന്തോഷം. നമ്മളെല്ലാവരും അംഗീകാരമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് വീണ്ടും നല്ലതായി ചെയ്യണം, നന്നായി നിങ്ങളിലേക്ക് എത്തിക്കണം, വിലയിരുത്തലുകൾക്ക് വിധേയമാകണം. എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് പറയാം, പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കും എന്ന് കരുതുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.